ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിലാണ് ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആ രാത്രി ഉണ്ടായിട്ട് ആ രാത്രി അർദ്ധരാത്രി വരെ പ്രയാണം ചെയ്യിച്ചതാരാ? അത് ശ്രീകൃഷ്ണനല്ല. അതിൽ ശ്രീകൃഷ്ണനല്ല. യേശുക്രിസ്തു കന്യാമറിയമിന്റെ പുത്രനായി ജനിക്കുന്നതിന് ഒരുപാട് രാവ് കഴിഞ്ഞുപോയി. യേശുവിനെ ഗർഭം ചുമന്ന കാലഘട്ടമുണ്ടായി. രാവും പകലും കടന്നുപോയി. ആരാധന നിയന്ത്രിക്കുന്നത്? ഖുർആൻ പറയാണ്, അതിനെ നിയന്ത്രിക്കുന്നവനാണ് സർവശക്തൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ, ഉടയ തമ്പുരാൻ. ഞാൻ ചോദിക്കുന്നു, ഇതിലെന്ത് വർഗീയതയാണുള്ളത്? ഇതിലെന്ത് വിഭാഗീയതയാണുള്ളത്? ഇതിൽ മനുഷ്യനെ തള്ളിക്കളയാൻ എന്താണുള്ളത്? എന്തിന് താമസിക്കുന്നു മനുഷ്യരെ ഏകദൈവ വിശ്വാസം സ്വീകരിക്കാൻ? എന്ത് മർക്കട മുഷ്ടിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്? എന്ത് മർക്കട മുഷ്ടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഇനി ഇത് മാത്രമല്ല, നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? നമ്മളൊക്കെ ഇന്ന് എന്നോട് അങ്ങ് ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരെ ഞങ്ങളോട് പറയണത്, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം, ഞങ്ങൾ ഔലിയാക്കളെയും അമ്പിയാക്കളെയൊക്കെ വിളിക്കുന്നോട് ഞങ്ങൾക്ക് ഇന്നെന്ന ഗുണങ്ങളും അതൊക്കെ അല്ലേ എന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞത് അവരോട്, മൊയ്ലിയാരോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള മതം ക്രിസ്തു മതമാണ്. ക്രിസ്ത്യാനികൾക്ക് എന്തൊക്കെ കയ്യിലുണ്ടായിട്ടുണ്ടോ, സമ്പത്ത് ഉണ്ടായിട്ടുണ്ടോ, അതായത് ഇസ്ലാമിക രാജ്യത്തെക്കാൾ കൂടുതൽ ക്രിസ്തീയ രാജ്യമാണ് ലോകത്തുള്ളത്. ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയ യേശുക്രിസ്തുവിനെ വിളിച്ചിട്ടാണെന്ന് ക്രിസ്ത്യാനികളും പറയുന്നത്. അതുകൊണ്ട് മൊയ്ലിയാരോട് ക്രിസ്ത്യാനിയാകാൻ പറ. ഈ കേട്ടോ പറഞ്ഞു, ഉസ്താദ് എനിക്ക് ഒന്നും വേണ്ട, ഞാനിവിടെ ഉത്സവാക്കി മാറ്റും, മൊയ്ലിയാരെ ഞാൻ കൈകാര്യം ചെയ്തു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ക്രിസ്ത്യാനികൾക്ക് സകല അനുഗ്രഹം നൽകുന്ന യേശുക്രിസ്തു അല്ല. ആണെന്ന് ഒരു തെളിയിക്കട്ടെ. ഗുരുവായൂരപ്പനാണ് ഹൈന്ദവർക്ക് നന്മ നൽകുന്നതെന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവരോട് അല്ല എന്ന് ഞാൻ പറയും. ആണ് നിങ്ങൾ തെളിയിക്കും. എന്റെ വാദം എന്നല്ല ഞാൻ പറയുന്നത്. ലോക ഗ്രന്ഥങ്ങൾ വാദിക്കില്ല എന്താ അറിയാം? ലോകത്തിലെ മുഴുവൻ ഗ്രന്ഥങ്ങളും പറയുന്നത് സകല അനുഗ്രഹങ്ങളും തരുന്നത് ലോകത്തിന്റെ നാഥനാണ്. ലോകത്തിന്റെ നാഥനാണ് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാവർക്കും, നിരീശ്വരവാദിക്കും ഒക്കെ. ഞാൻ ചരിത്രത്തിൽ നിന്നൊരു സംഭവം പറയാം. അബ്രഹാം പ്രവാചകൻ. മുസ്ലിങ്ങൾ ശരിക്കും മനസ്സ് കുറിച്ചൊരു പോയിന്റാണ്. നമുക്ക് കുറെ കൂടെ മനസ്സ് വിശാലമാകേണ്ടതുണ്ട്. എന്താ പറയുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനോട് വളരെ സങ്കുചിതപരമായ ഒരു പ്രാർത്ഥന നടത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സങ്കുചിതമായ പ്രാർത്ഥന പടച്ചവനെ തിരുത്തി കൊടുക്കുകയാണ്. എന്താ സങ്കുചിത പ്രാർത്ഥന? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വറുസ്ഖ് അഹ്ലഹു മിനസ് സമറാതി മൻ ആമന മിൻഹും ബില്ലാഹ്. അല്ലാഹനെ നോക്കൂ, ഇബ്രാഹിം നബി പറയുന്നത് അറിയോ? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾക്ക് ദൈവമേ നീ ഫ്രൂട്ട് നൽകണേ. അപ്പൊ അള്ളാഹു പറയാണ്, ഇബ്രാഹിം എന്തൊരു വർഗീയ പ്രാർത്ഥനയായി പോയത്. ഏത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം അനുഗ്രഹം ചൊരിയുന്ന ഒരു വർഗീയ ദൈവമായി നീ എന്നെ കണ്ടു കളഞ്ഞല്ലോ ഇബ്രാഹിം. എന്നിട്ട് അള്ളാഹു തിരുത്തി കൊടുക്ക, ഇബ്രാഹിം ഞാന് സത്യനിഷേധികൾക്കും മതനിഷേധികൾക്കും എന്നെ ചീത്ത പറയുന്നവർക്കും ഒക്കെ ഞാൻ ഫ്രൂട്ടും ഭക്ഷണം ഒക്കെ കൊടുക്കും, ഒരുപക്ഷെ വിശ്വാസികളായ നിങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 126-ാമത്തെ വചനം. ഇങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്ത്, ഇങ്ങനെ ഒരു വിശ്വാസം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന്റെ ഉദാഹരണമാണ് എന്ത്? ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം, എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിശാരിക്കാവിലെ അമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം. അപ്പൊ ബാക്കി വാഹനമൊക്കെ പുറമ്പോക്കാം. ഇനി ഇങ്ങക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ, ഒരു പള്ളിയിൽ അച്ഛനോട് നിങ്ങൾ നേരിട്ട് ഇവിടെ ഏതെങ്കിലും ചർച്ചിന്റെ ചോദിച്ചു നോക്ക്, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവന് യേശുക്രിസ്തു അനുഗ്രഹം ചൊരിയോ? ഇല്ല. ഇത്ര വർഗീയപരമായ ഒരു ദൈവവിശ്വാസം വേറെന്താ ഉള്ളത്? യേശുക്രിസ്തു ഈ വാഹനത്തിന്റെ ഐശ്വര്യം. അപ്പൊ ബാക്കി വാഹനം നേരെ മറിച്ച് ഖുർആൻ പറയണെന്നറിയോ? സകല വാഹനത്തിനെയും നിയന്ത്രിക്കുന്ന. അതുകൊണ്ട് ആ വാഹനത്തിൽ കയറുമ്പോ എന്ത് പറയുന്നത്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നാഥാ, ഈ വാഹനങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തി തന്നത് നീയാണ്. അതുകൊണ്ട് നാഥാ, ലക്ഷ്യസ്ഥാനത്തേക്ക് അപകടമില്ലാതെ ഞങ്ങളെ എത്തിക്കണേ എന്ന് ആര് പ്രാർത്ഥിക്കുകയാണ്? ഒരു ദൈവവിശ്വാസി, വർഗീയതല്ലാത്ത വിശ്വാസം. ഇസ്ലാമിന്റെ വിശ്വാസതാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, എല്ലാരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, ചർച്ചിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളോട് ആത്മാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? പള്ളിയിൽ മുസ്ലിമീങ്ങൾ നെഞ്ചത്ത് കൈകെട്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ അറിയുന്നത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ബാങ്കിനെ പറ്റി പറഞ്ഞു, ബാങ്കിന്റെ ആശയത്തെ പറ്റി പറഞ്ഞു. ബാങ്കിന്റെ ആശയമൊക്കെ മനുഷ്യർ ചിന്തിക്കാൻ അത്ഭുതമാണ്. അതുപോലെ തന്നെയാണ് നിസ്കാരം. രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു മുസ്ലിം കൈകെട്ടുന്നത്. ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ് എനിക്ക് ഏറ്റവും വലുത് എന്നാണ് പറയുന്നത്. അതൊരു ഹിന്ദുവിനെതിരല്ല, മുസ്ലിമിനെതിരല്ല, ക്രിസ്ത്യാനിക്കെതിരല്ല. എനിക്ക് ഏറ്റവും വലുത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാകുന്നു. എന്നിട്ടോ പറയുന്നതോ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്.
ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥ, കണ്ടോ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥ, ഞാൻ എന്റെ മുഖത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ ബൗദ്ധൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ടോ പറയുന്നത് എന്താണ്? എന്റെ നമസ്കാരം, എന്റെ വഴിപാടുകൾ, എന്റെ നേർച്ചകൾ, എന്റെ ജീവിതം, എന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ 14 ലോകങ്ങളുടെയും നാഥനാണ്. ആണോ? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നോ? നീ വിശ്വാസം ഉണ്ടോ? ലോകത്തിന്റെ നാഥനാണ് ഗുരുവായൂരപ്പൻ. ഉണ്ടോ? പിശാരിക്കാവിലമ്മ ലോകത്തിന്റെ നാഥനാണ്. ഭരണിജ്ഞാനം മാതാവ് ലോകത്തിന്റെ നാഥയാണ്. എത്ര സങ്കുചിതമുള്ള ദൈവവിശ്വാസികളാ നമ്മൾ, എത്ര വർഗീയതയിൽ അധിഷ്ഠിതമായ ദൈവവിശ്വാസികളാ നമ്മൾ. ഖുർആനിന്റെ 114-ാമത്തെ അധ്യായം എന്താ അറിയുന്നത്? ഖുർആനിൽ 114 അധ്യായം ഉണ്ട്. ആ ഖുർആനിലെ 114-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ കിടുങ്ങിപ്പോവും. എന്താ പറയണേ? കുൽ, പറയുക നബിയേ, അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ പരിപാലകനായ സർവേശ്വര, ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇതിൽ എന്ത് വർഗീയത? ഹിന്ദുവിന്റെ ദൈവമേ, മുസ്ലിമിന്റെ ദൈവമേ, തിരുവനന്തപുരത്തുകാരുടെ ദൈവമേ, പാട്ടുകലമ്മ. ഞാൻ ഒരുപാട് തവണ നോക്കി കണ്ടതാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചു, എന്താ ഇന്ന് ഇവിടെ എത്ര ബഹളം, എങ്ങോട്ടും വണ്ടി മൂവ് ചെയ്യുന്നില്ലല്ലോ? വളരെ ദൂരെ ഇറങ്ങിയിട്ട് ചോദിക്കണം. ഇപ്പൊ പറഞ്ഞു, ഇന്ന് നമുക്കും പോകാൻ കഴിയില്ല, നമ്മളൊരു ബ്ലോക്കായി നിൽക്കും, എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം? ആറ്റുകൽ പൊങ്കാല മഹോത്സവം നടക്കുകയാണ്, റോഡ് മുഴുവനും സ്ത്രീകൾ കൈയടക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്തിട്ട് ആരാധിച്ചാൽ തൃപ്തിപ്പെടുന്ന ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. നബിദിനത്തിന് റോഡ് ബ്ലോക്ക് ചെയ്താൽ ഇഷ്ടപ്പെടുന്ന ഒരു പടച്ചോനാണ് ഇസ്ലാമിന്റെ പടച്ചോൻ എന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത്. കാരണം മുഹമ്മദ് നബി പറഞ്ഞ എന്താ അറിയോ? റോഡ് ബ്ലോക്ക് ചെയ്യരുത്. എത്രത്തോളം അറിയുന്നത്? ഒരു മുസ്ലിം ആയപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഒരു മരം, എന്റെ പറമ്പിൽ നിന്ന് ഒരു മരം ഒരു അമുസ്ലിമിന്റെ നടയിലേക്ക് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നു എന്ന് വിചാരിച്ചോ? അത് അമുസ്ലിം സഹോദരനെ തടസ്സാകുന്നുണ്ടെങ്കിൽ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞ എന്താ അറിയോ? ആ മരം വെച്ചേക്കാൻ പാടില്ല, അത് മുറിച്ചു കളയണം, അവന് ബുദ്ധിമുട്ടാകാൻ പാടില്ല, ഞങ്ങൾക്ക് സ്വർഗം കിട്ടും. ആ പ്രവാചകൻ അനുയായികൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. എത്ര അപകടകരമാണ്! പലപ്പോഴും നമ്മുടെ റോഡിൽ ഇറങ്ങിയ പ്രകടനമാണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി, അല്ലേ? മാറാട് കലാപത്തിന്റെ കാരണം എന്താണ്? ഊന്നാട് കലാപത്തിൽ, ലോകത്ത് നടക്കുന്ന കലാപത്തിന്റെ ഒരു ചെറിയ സ്പാർക്കിംഗ് ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട പരിശോധിച്ചോ? ഒരു ഗാനമേളയുമായി ബന്ധപ്പെട്ടതായിരിക്കും, ഒരു ഉത്സവമായി. ഇത് രണ്ടും അല്ലാഹു വിലക്കി, അൽഹംദുലില്ലാ. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് അതിന്റെ പേരിൽ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ സാധാരണയായി പറയാറുണ്ട്, നാഗത്തിങ്ങലാണ് ഞങ്ങളെ കുത്തൂല. അപ്പൊ ചോദിച്ചാ, എന്താ മുമ്പിലാലേ? ഞാൻ ആനന്റെ ഏഴത്ത് പോവില്ല. ഇവിടെ ആനന്റെ വാല് പിടിച്ചാണ് ഒരുത്തൻ അങ്ങാടിയിലിട്ട് പേപ്പട്ടിനെ തച്ചുല്ലെന്ന പോലെ കൊന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ്. സത്യല്ലേ? ആണ്. ക്ഷേത്ര ഉത്സവ ചന്തയിൽ കത്തിക്കുത്തെടുക്കാറില്ല. നേർച്ചയായാലും പട്ടാമ്പി നേർച്ചയായാലും കൊണ്ടോട്ടി നേർച്ചയായാലും എന്താ സംഗതി? അവിടെ അങ്ങനെയാണ്. ആ ഉത്സവം മതോ ദൈവവിശ്വാസവും ഒന്നല്ല, അതൊരു ചടങ്ങാണ്, ഒരാവേശമാണ്. അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. സത്യമല്ലേ? അതിൽ കവിഞ്ഞ് എന്തുണ്ട് എന്ന് ആത്മാർത്ഥമായി ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. ഞാൻ മുസ്ലിങ്ങളോട് ചോദിക്കാറുണ്ട്, കൊണ്ടോട്ടി നേർച്ച നടക്കുന്നതിന് മുമ്പ് കൊണ്ടോട്ടിയുടെ സാംസ്കാരിക നിലവാരം, മുസ്ലിങ്ങളുടെ കൊണ്ടോട്ടി നേർച്ച കഴിഞ്ഞതിന് ശേഷമുള്ള സാംസ്കാരിക നിലവാരം പരിശോധിച്ച് നോക്ക്. ഒരു വ്യത്യാസമില്ല എന്ന് മാത്രമല്ല, കൊണ്ടോട്ടി നേർച്ച തുടങ്ങുന്നതിന്റെ തലേ ദിവസം 30 ലക്ഷത്തിന്റെ കഞ്ചാവാണ് നാട്ടിൽ വിട്ടതെങ്കിൽ കൊണ്ടോട്ടി നേർച്ച നടക്കുന്ന ആ 3 ദിവസം 80 കോടിയുടെ കഞ്ചാവ് അയക്കാൻ പറ്റും. എന്താ അങ്ങനെ? ഞാൻ വെറുതെ പറയല, പരിശോധിച്ചു, എന്റെ കൂടെ വന്നോ, ഞാൻ പരിശോധിച്ചു. ഭീമാപള്ളിയുടെ പരിസരത്ത് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് കഞ്ചാവ് വിൽക്കുന്നത്, എന്തുകൊണ്ടാണ് സെക്സ് കേസറ്റ് വിൽക്കുന്നത്? നിങ്ങൾ പരിശോധിച്ചോ? അതായത് ഇത്തരം കേന്ദ്രങ്ങളിൽ പോലീസോ റെയ്ഡോ ഒന്നും ഉണ്ടാവില്ല, എല്ലാ തോന്നിയാസവും നടത്താനാണ് അവിടെ. ഞാൻ ഒരു കാര്യം, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു വാചകം ഞങ്ങളോട് പറഞ്ഞോട്ടെ. യാ അയ്യുഹന്നാസ്, ഖുർആൻ പറയാണ്, ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വാചകം, യാ അയ്യുഹന്നാസ് ഫഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ആ ഭാരമാണ് ആശയം. ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മനുഷ്യരെ വിളി അതാണ്. ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ശൂദ്രരെ, വൈശ്യരെ എന്നൊന്നല്ല വിളിക്കുന്നത്. പാശ്ചാത്യരെ, പൗരസ്ത്യരെ എന്നല്ല, മനുഷ്യരെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു ശുദ്ധ ഏകദൈവ വിശ്വാസി പലതിൽ നിന്നും മുക്തനായിരിക്കും. ഒരു ശുദ്ധ ഏകദൈവ വിശ്വാസി പല തിന്മകളിൽ നിന്നും മുക്തനായിരിക്കും. അത് ലോകത്ത് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഒരു പോയിന്റ്.
സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഗൗരവമായ ഒരു പഠനം ഈ വേദമേഖലകളിൽ വരേണ്ടതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട്. നിങ്ങൾ ലോകത്തെ 50-ലധികം അറബ് രാജ്യങ്ങൾ ലോകത്തുണ്ടല്ലോ. 54-ലധികം വരുന്ന അറബ് രാജ്യങ്ങൾ ഉണ്ടാകാം. അതിൽ കൂടുതലും ചിലപ്പോൾ ഉണ്ടാവാം എന്റെ ശ്രദ്ധയിൽപ്പെടാത്തതുമായിട്ടുള്ള ഈ അറബ് രാജ്യങ്ങളിലും ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾക്ക് പള്ളിയുണ്ടല്ലോ. പള്ളിയുണ്ട്, ബാങ്ക് കേൾക്കാത്ത ആരുമില്ല. ബാങ്കിന്റെ ശബ്ദം പോലും എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിക്കുക. അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലോകത്ത് ഒരു സൃഷ്ടിയും ആരാധനക്ക് അർഹതയുള്ളവരല്ല. എന്താ ആദ്യം ലാ ഇലാഹ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലല്ലാഹ്, ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ആന ആരാധനക്കർഹനല്ല, പാമ്പ് ആരാധനക്കർഹനല്ല, പശുവിനെ ആരാധിച്ചുകൂടാ, പ്രവാചകന്മാരെ ആരാധിച്ചുകൂടാ, മാലാകമാരെ ആരാധിച്ചുകൂടാ, ജിന്നുകളെ ആരാധിച്ചുകൂടാ, സൂര്യചന്ദ്രന്മാരെ ആരാധിച്ചുകൂടാ, സൃഷ്ടികളിൽ ഒന്നിനെയും ആരാധിച്ചുകൂടാ. ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ. അപ്പൊ ആരാ അല്ലാഹു? ആരാ അല്ലാഹു? അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. അറബി ബൈബിൾ ഉണ്ട് എന്റെ കയ്യിൽ. ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ കയ്യിൽ ഇപ്പോ അറബി ബൈബിൾ ഉണ്ട്. ആ അറബി ബൈബിളിൽ എവിടൊക്കെ ദൈവത്തെ പറ്റി പറയുന്നുണ്ടോ അവിടൊക്കെ അല്ലാഹു എന്നാണ്. യേശുക്രിസ്തു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ട് അതിൽ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? അല്ലാഹുവേ, കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും എങ്കിലും എന്റെ ഇഷ്ടമല്ല അല്ലാഹുവേ നടക്കുന്നത്. അല്ലാഹുവേ, നിന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. ഇന്ന് ക്രിസ്ത്യാനികൾ കൈകാര്യം ചെയ്യുന്ന അറബി ബൈബിളിലെ ഉദ്ധരണിയാ പറഞ്ഞു. ആ അല്ലാഹു ആരാണ്? ഈ കണ്ട 7 ആകാശത്തെ സൃഷ്ടിച്ചവനാണെന്നാ ഞങ്ങൾ പറയുന്നത്. ഈ മണ്ണും ഈ വിണ്ണും ഒക്കെ സംവിധാനിച്ച സംവിധായകൻ, ആ സംവിധായകനാണ് ലോകത്തിന്റെ നാഥൻ എന്ന അടിസ്ഥാന തത്വം. അതാണ് ലോകത്തിന് മുമ്പിൽ വെക്കുന്നത്. ഇനി ഞാൻ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ചോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതാ. ഞാൻ ആരെ ആരാധിക്കുക? ആരാധനക്കർഹൻ ആരാണോ അവനെ. അപാരമായ ചിന്തയാണ് ഇസ്ലാമിന് ആ കാര്യത്തിലുള്ളത്. ഇസ്ലാമിൽ കോംപ്രമൈസ് ഇല്ല എന്ന് പറയല്ലോ. ഇസ്ലാമിൽ മതലയനല്ല, അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇസ്ലാമിൽ മതലയനല്ല, മാനവിക സൗഹാർദ്ദം. ഒരു ഹൈന്ദവൻ ബിംബാരാധകനാണെങ്കിലും ഓൻ എനിക്ക് സ്നേഹിക്കാൻ പറ്റും മനുഷ്യനായിട്ട്, ഏറ്റവും നന്നായി, കറയില്ലാതെ, എന്റെ മനസ്സിൽ ഒരു കറയില്ലാതെ. മനസ്സിലായോ? ഒരു ക്രിസ്ത്യാനിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും, അതിന് ഞാൻ പള്ളിയിൽ പോയിട്ട് കുരിശു വരക്കണ്ട. അതിനല്ല മാനവമൈത്രി എന്ന് പറയാം, അതിന് മതലയനം എന്നാ പറയാം. നമ്മളൊക്കെ മനസ്സിലാക്കിയ എന്താ? ഒരമ്പലത്തിൽ ഒരു മുസ്ലിം ചെണ്ട മുട്ടിയാൽ മാനവമൈത്രിയുടെ മഹിത ഉദാഹരണം എന്നാണ് നമ്മൾ പറയല്. കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം തെയ്യം, മുസ്ലിങ്ങൾ അമ്പലത്തിൽ കയറി തെയ്യാഘോഷം എന്താ പറയല്? മാനവമൈത്രിയുടെ ഉദാത്ത മാതൃക. സത്യത്തിൽ നിങ്ങൾ ക്ഷമിക്കണം, ലോകത്ത് പലതും പൊളിച്ചെയ്തേണ്ടതുണ്ട്. ഈ നൂറ്റാണ്ട് അതിന്റെ നൂറ്റാണ്ടാണ്. ആ നൂറ്റാണ്ടിനെ ഫലപ്രദമായി ഉപയോഗിക്കലാണ് വേണ്ടത്. അവിടെ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കും, എന്റെ പ്രസംഗം കേൾക്കുന്നേ, ഇനി ഞാൻ ഈ പറയുന്നതിൽ വിയോജിപ്പുള്ളവരത് പറയണം. ഒരു വ്യഭിചാരിയോടുള്ള നമ്മുടെ സ്നേഹവും ബന്ധവും മൈത്രിയും എന്താണ്? എനിക്ക് വ്യഭിചാരിയോട് മൈത്രിയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അയാൾ 10 പെൺകുട്ടിയെ വ്യഭിചരിക്കുമെങ്കിൽ അയാളെ കൂടെ കൂടി 5 ആളായിട്ട് വ്യഭിചരിച്ചാണോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത്? മനസാക്ഷി ഉള്ളോല് പറഞ്ഞോളൂ. ഒരു റമ്മ് കള്ളു കുടിക്കുന്നവനോടുള്ള മൈത്രി എങ്ങനെ? 1/2 റമ്മ് കുടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആണോ? അല്ല, ഒട്ടും മദ്യപിക്കാതെ ആ മദ്യപാനിയെ സ്നേഹിച്ച് മദ്യത്തിന്നവനെ രക്ഷപ്പെടുത്തി തിരുത്തുന്നതിന്റെ പേരാണോ മൈത്രി? ഞാൻ അങ്ങനെ മനസ്സിലാക്കി. കാരണം തലച്ചോറ് എപ്പോഴും വർക്ക് ചെയ്യുന്നോണ്ടാണ് ചോദിക്കുന്നത്. മനുഷ്യരെ ചിന്തിക്കും, നന്നായി ആലോചിക്കും, നന്നായി ആലോചിക്കും. എന്താ മൈത്രി? ഒരു ഹൈന്ദവന്റെ ദൈവവിശ്വാസം ഇസ്ലാമുമായി പൊരുത്തപ്പെടുന്നില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ദൈവവിശ്വാസം ഇസ്ലാമിക ദൈവവിശ്വാസമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. സത്യമാണല്ലോ, കളവല്ലല്ലോ. എങ്കിൽ ഒരു മുസ്ലിം ഓന് ഇഷ്ടമില്ലാത്ത മറ്റൊരു വിശ്വാസം എടുത്തിട്ട് മൈത്രി ഉണ്ടാക്കണ്ട. പിന്നെ എങ്ങനെ മൈത്രി ഉണ്ടാക്കാം? ഞാൻ പറഞ്ഞുതരാം, എളുപ്പത്തിൽ പറഞ്ഞുതരാം, വളരെ ലളിതം. മഹാത്മാഗാന്ധി ആരായിരുന്നു? രാമഭക്തനായി. സത്യമാണോ? മഹാത്മാഗാന്ധി മരിക്കും എന്താ പറഞ്ഞ്? ഹരേ റാം ഹരേ റാം ഹരേ റാം എന്നാ മരിച്ചു. ആണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ ഒരുപാട് തവണ ഭക്ഷണം വെച്ച് വിളമ്പി ഗാന്ധിജിക്ക് കൊടുക്കുകയും ഗാന്ധിജി തിന്നുകയും ചെയ്തിട്ടുണ്ട്.
നല്ല സ്നേഹത്തിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ കൂടെ മഹാത്മാഗാന്ധി കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. അബുൽ കലാം ആസാദ്, വല്ലഭായി പട്ടേൽ, ബാലഗംഗാധര തിലക്, അവർക്കൊക്കെ അവരുടേതായ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ മഹാത്മാഗാന്ധിയുടെ രാമഭക്തി മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഒരു സെക്കൻഡ് പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഗാന്ധിജിയെ സ്നേഹിക്കാൻ രാമഭക്തി ആവശ്യമുണ്ടായിട്ടില്ല. മതലയനത്തിലൂടെയുള്ള സ്നേഹം കാപട്യമാണ്, കപടതയാണ്, സ്വന്തം മതം കളഞ്ഞു കുടിക്കലാണ്, സ്വന്തം മതത്തിൽ വിലയില്ലായ്മ കൽപ്പിക്കലാണ്. ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, അവനാന്റെ മതം മോശമാണെന്ന് തോന്നുന്ന നിമിഷം ആ മതം വിട്ടോളണം. പിന്നെ ഒരു സെക്കൻഡ് ആ മതത്തിൽ നിന്നിട്ട് ആ മതത്തിൽ കപടനായ നിന്റെ അംഗത്വം കൊണ്ട് ആ മതം മ്ലേച്ഛമാകാൻ പാടില്ല. ശ്രീനാരായണ ഗുരു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇരുത്തി ഈ ആശയം ജനങ്ങളെ പഠിപ്പിക്കാമായി. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് ഗൗരവമായിട്ട് മനസ്സിലാക്കണം. മതമൈത്രി എന്ന് പറയുന്നത് സാധ്യമല്ല. മതസൗഹാർദ്ദം എന്ന പ്രയോഗവും ഇനി ഈ നൂറ്റാണ്ടിൽ നമ്മൾ പ്രയോഗിക്കരുത്. ഒരു നൂറ്റാണ്ടിൽ അപകടം പറ്റിയിട്ടുണ്ടാകാം, അബദ്ധം പറ്റിയിട്ടുണ്ടാകാം. ആ പദം ഇനി ആവർത്തിക്കരുത്. ഞാൻ ഇന്നലെ അമ്പല കമ്മിറ്റിയുടെ മാനവ മൈത്രി സമ്മേളനത്തിൽ ചെന്നപ്പോ അവരുടെ പ്രോഗ്രാം നോട്ടീസിൽ എന്താ ഉള്ളതെന്നറിയോ? മാനവ മൈത്രി സമ്മേളനം. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ ഇഷ്ടമായി ആ ടൈറ്റിൽ. കാരണം എന്താ? മതസൗഹാർദ്ദം എന്നത് ഒരു വിവരക്കേടാണ്. മതസൗഹാർദ്ദമല്ല, പാടില്ല. മതസൗഹാർദ്ദം പാടില്ല. ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഒരു മുസ്ലിം എടുക്കാൻ പാടില്ല. ക്രിസ്ത്യാനി മുസ്ലിമിന്റെ വിശ്വാസം എടുക്കില്ലല്ലോ, ഇല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ എന്ത് പറഞ്ഞത്? പ്രവാചകനോട് ആ നാട്ടിലെ ബൗദ്ധ വിശ്വാസികൾ പറഞ്ഞു, നീ ഞങ്ങളുടെ ബിംബത്തെ കാണുമ്പോ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി, ഞങ്ങൾ നിന്റെ ദൈവത്തെയും വേണമെങ്കിൽ അവനെ ഊഴം നിശ്ചയിച്ച് നമുക്ക് ആരാധിക്കാം. അപ്പൊ റസൂൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ആരാധിക്കുന്ന സാക്ഷാൽ പ്രപഞ്ചനാഥനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ആരാധിക്കുന്നു. അതുകൊണ്ടൊന്നും ഇവിടെ കുഴപ്പമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് ആ വിശ്വാസവും അത് ഉൾക്കൊള്ളുന്ന മതവും, എനിക്ക് ഈ വിശ്വാസവും ഞാൻ ഉൾക്കൊള്ളുന്ന മതവും, നമ്മൾ അതിന്റെ പേരിൽ തല്ലണ്ട. എത്ര വലിയൊരാശയ. മദീനയിൽ വന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ വന്നപ്പോ അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, മജൂസികൾ ഉണ്ടായിരുന്നു, അതുപോലെ സാബി മതത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്ന ജൂത ക്രൈസ്തവരെ വിളിച്ചിട്ട് പ്രവാചകൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കരാർ എന്താ അറിയുന്നത്? പ്രവാചകൻ പറയാണ്, ജൂതന്മാരെ, നിങ്ങൾക്കൊരു വിശ്വാസം, അതിന് ഞങ്ങൾ കടന്നാക്രമിക്കില്ല. ആശയ തലത്തിൽ നമ്മൾ സംവാദമൊക്കെ ഉണ്ടാവും, സ്നേഹപരമായ സംവാദവും ആശയത്തിന്റെ ശരിതെറ്റുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഞങ്ങൾ നിങ്ങളെ തല്ലില്ല, നിങ്ങളെ ആക്രമിക്കില്ല, നിങ്ങളെ മതസ്വാതന്ത്ര്യത്തെ ഞങ്ങൾ നിഷേധിക്കില്ല. ക്രിസ്ത്യാനികളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസം നിങ്ങൾക്ക് വെച്ച് പുലർത്താം. നിങ്ങളെ രണ്ടുപേരുടെയും വിശ്വാസം ഞങ്ങൾക്കില്ല, ഞങ്ങൾ അതിനെതിരാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. നമ്മൾ മൂന്ന് പേരും ഒറ്റക്കെട്ടായി ഈ മദീനയുടെ സംരക്ഷണം ഏറ്റെടുക്കും. പുറത്തുനിന്ന് ആരും ഈ രാജ്യത്ത് ആക്രമിക്കാൻ വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും. അതിന് നമ്മുടെ മതവിശ്വാസം തടസ്സാവില്ല. 14 നൂറ്റാണ്ടും ഇതിന് തുല്യമായ ഒരു തീരുമാനം മാനവ ചരിത്രത്തിൽ മനുഷ്യനായി പറഞ്ഞ ഒരുത്തനും എടുത്തിട്ടില്ല, ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ വക്താവ് എടുത്തിട്ടില്ല. മുഹമ്മദ് നബി അല്ലാതെ ഞാൻ ഉറപ്പിച്ചു പറയും, ഏത് വാദപ്രവാദത്തിലും ഈ ന്യായം ഞാൻ ഉറപ്പിച്ചു പറയും. മുഹമ്മദ് നബി അല്ലാതെ ഇത്ര മനുഷ്യത്വപരമായ ഒരു തീരുമാനം ലോക ചരിത്രത്തിൽ അതിന് മുമ്പുണ്ടായിട്ടില്ല. ശേഷം മുഹമ്മദ് നബിയുടെ കട്ടെടുത്തിട്ട് പലരും പ്രഖ്യാപിച്ചു. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പച്ചക്ക് പച്ച മനുഷ്യരോട് പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇനി ഇങ്ങക്ക് കേൾക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു അമുസ്ലിം സഹോദരിയോട്, മറ്റൊരു മതത്തിലെ സഹോദരിയോട് ഇസ്ലാമിന്റെ പ്രാധാന്യം പറഞ്ഞു, അത് സ്വീകരിച്ചാലുള്ള ഗുണം പറഞ്ഞു, അത് തിരസ്കരിച്ചാലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന് തോന്നുകയാണ്, ഞാൻ ആ സ്ത്രീയെ മതം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവോന്ന്. അപ്പൊ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നുകയാണ്. അപ്പൊ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ അറിയോ? അള്ളാഹുവേ, ഞാൻ ആ സഹോദരിയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവെങ്കിൽ അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ. അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ. അതാണ് ഇസ്ലാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ നിങ്ങൾക്കറിയാം, പന്നിയിറച്ചി ഇസ്ലാമിന് ഹറാമാണ്, മുസ്ലിങ്ങൾക്ക് ഹറാമാണ്. മുസ്ലിങ്ങൾക്ക് തിന്നാൻ പാടില്ല. ക്രിസ്ത്യാനികൾക്കോ പന്നിയിറച്ചി അവിഭാജ്യ ഘടകമാണ്. പലർക്കും അത് തിന്നലൊരു നിർബന്ധം പോലെയാണ്, അവരെ തിന്നാറുമുണ്ട്. ഖുർആൻ പന്നി മാംസം ഹറാമാണ്. എന്നാൽ ലോകത്തിലെ പല അറബ് രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചില സൂപ്പർ മാർക്കറ്റുകളിൽ പന്നിയിറച്ചി ഉണ്ട്. ആ മാർക്കറ്റുകളിൽ പന്നിയിറച്ചി വെക്കുന്നുണ്ട്. ഇസ്ലാമിന് ഹറാമാണ്. പക്ഷെ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് പന്നിയിറച്ചി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വരുന്നുണ്ട്, കച്ചവടക്കാർ കൊണ്ടുവെക്കുന്നുണ്ട്. ആ പന്നിയിറച്ചി തിന്നുന്ന ഒരു ക്രിസ്ത്യാനിയെയും
മുസ്ലിങ്ങൾ ആക്രമിച്ചിട്ടില്ല. പന്നിയിറച്ചി ഹറാമാണ്, ഇത് അറബ് നാടാണ്, ഇവിടുന്ന് തിന്നാ എന്നെ കൊന്നുകളയും എന്ന് ഒരു ക്രിസ്ത്യാനിയോട് പറഞ്ഞ റിപ്പോർട്ട് ഇന്ന് വരെ ഒരു പത്രത്തിൽ മാനവ ചരിത്രത്തിലുണ്ടോ? നേരെ വെച്ച് 2 കഷ്ണം ഇറച്ചി, പശുയിറച്ചി പോലും അല്ല, ആട്ടിറച്ചി തിന്നിട്ട് പോലും കൊല്ലല്ലേ നമ്മുടെ രാജ്യത്ത്, അടിക്കല്ലേ നമ്മുടെ രാജ്യത്ത്, തട്ടിക്കളയല്ലേ നമ്മുടെ രാജ്യത്ത്? ഈ വിശ്വാസത്തിന്റെ അപകടം എത്ര വലുതാ! ഈ വിശ്വാസം ഒരാൾക്ക് എന്ത് ദൈവവിശ്വാസവും സ്വീകരിക്കാം, അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അവനത് ബാക്കിയുള്ളവർ, നമ്മൾ സാധാരണ ഇപ്പൊ ഇവിടെ ഖുർആൻ എക്സ്പോ നടന്നപ്പോ ഒരുപാട് വ്യത്യസ്ത മതക്കാരായ ആളുകൾ കയറി കണ്ടു. എന്നിട്ട് നമ്മുടെ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്, സംശയ നിവാരണ സെന്ററുകളിലൂടെ അതിൽ വെച്ചുണ്ടായ ഒരു ചർച്ച എന്താണ്? എന്റെ മതമാണ് ശരി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപകടം. എന്തിനാ അത് പറയുന്നത്? എല്ലാം ശരിയല്ലേ, എല്ലാം ദൈവത്തിലേക്കല്ലേ എന്ന് പറഞ്ഞുകൂടെ എന്നാണ്. ഞാൻ വിനയത്തോടുകൂടി ആ ആശയത്തെ ഈ നൂറ്റാണ്ടിൽ ഒന്ന് പൊളിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അതൊരു കാപട്യമാണ്, അതൊരു കപടതയാണ്. ആ വാചകം കപടനല്ലാതെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ഇന്നലെയും ചോദിച്ചിട്ടുണ്ട്, പള്ളിയിൽ അച്ഛൻ മാനവ മൈത്രി സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ട് എന്തൊക്കെ മൈത്രി പറഞ്ഞാലും അച്ഛന്റെ വെള്ളക്കുപ്പായവും ലോഹയും ബെൽറ്റും കുരിശും ഒഴിവാക്കുക ഇല്ല. എന്താ അദ്ദേഹത്തിന്റെ വിശ്വാസം? യേശുക്രിസ്തുവിനെ വിളിച്ച് ആരാധിച്ച് അതിനനുസരിച്ച് ബൈബിൾ അനുസരിച്ച് ജീവിച്ചാലേ മോക്ഷമുള്ളൂ, അല്ലാത്ത ഒറ്റ കുട്ടിക്ക് മോക്ഷമില്ല. അല്ലേ അല്ലേ? സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന എന്താ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏറ്റവും ഒരു രസകരമായ 2-3 കൊട്ടേഷൻ വായിച്ചിരുന്നു. ഞാൻ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി വായിച്ചിരുന്നു. നിങ്ങൾ ശരിക്കും കേട്ടോളൂ. അതിൽ പറയുന്നതിന് എന്താ അറിയുന്നത്? ശങ്കര ദർശനമാണ് ഹൈന്ദവ ലോകത്തെ ഏറ്റവും ആധികാരിക ദർശനം. അത് വേദാന്തത്തിന്റെ അഥവാ വേദത്തിന്റെ അന്തിമ സംഭവമാണ് എന്നാണ്. അതിലപ്പുറത്ത് വേറൊരു ആശയമില്ല. ഇത് അഹം ബ്രഹ്മാസ്മി തത്വമസി ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവന പരം എന്ന ആശയമുണ്ടല്ലോ, അതാണ് ഏറ്റവും പവിത്രമായ ആശയം. ഞാൻ ഇനി നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ മതമാണ് ശരി എന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കപടനാണ്, ഞാൻ ഈ മതത്തിൽ നിൽക്കാൻ യോഗ്യനല്ല. എന്റെ വിശ്വാസം ഇസ്ലാമാണ് ശരി. അതുകൊണ്ട് ഒരു കുഴപ്പവും ഇവിടെ ഇല്ല. ഞാൻ തെളിയിച്ചു നിങ്ങൾക്ക്, അതുകൊണ്ട് കുഴപ്പമുണ്ടാകില്ലേ? നമുക്ക് പരിശോധിക്കാം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരു ഹൈന്ദവ സന്യാസി ചിദാനന്ദപുരി, അയാള് എല്ലാ ക്ലാസ്സിലും പറയുന്നത് എന്താ? ആർഷഭാരതത്തെയും സനാതന ധർമ്മത്തെക്കാൾ ബെറ്ററായി ലോകത്തൊന്നുമില്ല. ശരിയല്ലേ? ആ വാദം കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ എന്താ പ്രശ്നം? അത് ഞാൻ പറഞ്ഞു. ഒരു സ്കൂൾ നിങ്ങൾ സങ്കല്പിച്ചോളൂ. ഒരു സ്കൂളിൽ 10 അധ്യാപകരുണ്ട്. ആ അധ്യാപകരിൽ ഏറ്റവും ബെറ്ററായ ഒരു അധ്യാപകൻ, അയാളാണ് സ്കൂളിന്റെ നെടുന്തൂൺ. അയാളെ പോലെ ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരാളില്ല. അയാളുടെ പെർഫോമൻസ് പോലൊരു പെർഫോമൻസ് ഇല്ല. അപ്പൊ ആ സ്കൂളിലെ എല്ലാ അധ്യാപകരും അയാളെ പ്രശംസിക്കുന്നു, അയാൾക്ക് അവാർഡ് കിട്ടുന്നു, ആ സ്കൂളിലെ ഏറ്റവും നല്ല അധ്യാപകനായി അയാൾ അറിയപ്പെടുന്നു. അപ്പൊ അയാൾ ഒരു സദസ്സിൽ ഈ സ്കൂളിലെ ഏറ്റവും നല്ല അധ്യാപകനായി സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ്. എന്നെ പോലെ യോഗ്യതയുള്ള ഒരു അധ്യാപകൻ ഇവിടെ വേറല്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ എന്താ പ്രശ്നം? ഈ യോഗ്യതയുള്ള ഞാൻ മാത്രം മതി ഈ സ്കൂളിൽ, ബാക്കി അധ്യാപകരൊന്നും ഇവിടെ വേണ്ടാറിഞ്ഞാലോ അവിടെ പ്രശ്നം തുടങ്ങും. എന്റെ മതമാണ് ശരി എന്നൊരാൾ പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ മതം മാത്രമേ നിലക്കാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചാൽ അതാണ് അപകടം. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ ഒന്നുകൂടെ ലളിതവൽക്കരിച്ച് ചോദിക്കുകയാണ്. BJPയുടെ ആശയം ശരിയല്ല എന്നാണ് CPM-ന്റെ വാദം. ആണോ? ആണ്. BJP-യും CPM ഒരേ ആശയ അല്ല. എന്റെ ആശയമാണ് ഏറ്റവും ബെറ്റർ എന്നാണ് CPM പറയുന്നത്. സത്യല്ലേ? ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല. BJP പറയാണ് ഞങ്ങളുടെ ആശയമാണ് മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാളും ബെറ്റർ, അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെ BJP പറഞ്ഞാലോ ഇനി ഞങ്ങൾ മാത്രം മതി, നിങ്ങളാരും വേണ്ട. അപ്പോഴാ പ്രശ്നം. ഈ മയ്യിൽ 5 ഹോട്ടൽ ഉണ്ട് എന്ന് വിചാരിച്ചോ. 5 ഹോട്ടലുണ്ട് ഈ മയ്യിൽ. ആ 5 ഹോട്ടലിൽ ഏറ്റവും ബെറ്റർ ആയ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലാണ് ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല വൃത്തി, ഏറ്റവും നല്ല സർവീസ്, അവിടെ വരുന്നവരോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറുന്ന മുതലാളി, ഇതൊക്കെ ഉണ്ട്. ആ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നത് ഏറ്റവും ബെറ്റർ ഹോട്ടൽ അതാണ്. അപ്പൊ അയാൾ ഒരു സമ്മേളനത്തിൽ പറയാണ് ഏറ്റവും ബെറ്റർ ഹോട്ടൽ എന്റേതാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ജനസേവനം ചെയ്യുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, ഞാൻ കുറച്ച് വില കുറച്ചു കൊടുക്കുന്നു എന്ന് അയാൾ പറയുന്നോടൊന്നും കുഴപ്പമില്ല. നേരെ മറിച്ച് അയാൾ പറയണത് എന്റെ ഹോട്ടലാണ് ഏറ്റവും ബെറ്റർ, അതുകൊണ്ട് ഇനി ഇവിടെ ബാക്കിയുള്ള 4 ഹോട്ടലിൽ ഞാൻ ബുൾഡോസർ വെച്ച് നിരത്തി കളയും. അതാ പ്രശ്നം. ഇസ്ലാമാണ് ശരി എന്നൊരു മുസ്ലിമിന് പറയാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളതൊന്നും ഇവിടെ നിലക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലോ അതാണ് കുഴപ്പത്തിന്റെ തുടക്കം. ഇപ്പൊ ചില നാടുകളിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഞങ്ങൾ മാത്രം മതി, വേറെ ആരും ഇങ്ങോട്ട് വരരുതെന്ന് തീരുമാനിച്ചിട്ടില്ലേ? കേരളത്തിൽ തന്നെ ഉണ്ട്. അതാണ് അപകടം. ഇന്ത്യയുടെ ഭരണഘടന മനുഷ്യർക്ക് പഠിപ്പിച്ചത് എന്താണ്?
ഏത് ആദർശം, പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്, അതെന്താ? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുക. ഇഷ്ടമുള്ള മതം, പഗോര മതം, ചാർവാക മതം നിരീശ്വരത്വത്തിൽ അധിഷ്ഠിതമാണ്. ആർക്കും ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ യു കലാനാഥ മാഷ് പടച്ചോനില്ല എന്ന് പറയുന്നതാണ്. അബ്ദുൽ ജബ്ബാർ കടമ്പോട് പടച്ചോനില്ല എന്ന് പറയുന്നതാണ്. ഹമീദ് ചേന്നമംഗലൂർ പടച്ചോനില്ല എന്ന് പറയുന്നതാണ്. എം.എൻ. കാരിശ്ശേരി പടച്ചോനെ വിശ്വസിക്കാത്ത ആളാണ്. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം. എന്നാ ദൈവവിശ്വാസികളല്ലോ ഒരു വേണ്ടാന്ന് വിചാരിച്ചാലോ അതിനിവിടെ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഒരാൾക്ക് പശു ദൈവമാണെന്ന് തോന്നി, പശുവിനെ ആരാധിക്കണം, ആളെ ആരാധിച്ചോട്ടെ. വേറൊരാൾക്ക് പശു പടച്ചോ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, നമ്മുടെ ഭക്ഷണമാണ് എന്ന് വിചാരിച്ചാലോ അയാളും ഇവിടെ ജീവിക്കണം. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സ് തട്ടുന്ന ഒരു പോയിന്റ് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസമായി കാണും ദുബായിലെ ഒരു എയർപോർട്ടിലെ, എയർപോർട്ടിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ്. തായ്ലാന്റിൽ നിന്ന് ലീവ് കഴിഞ്ഞിട്ട് ദുബായിലേക്ക് ജോലിക്ക് വരുന്ന ഒരാള്, അയാളുടെ ബാഗില്, ലഗേജില് 5-6 കിലോ വലിപ്പമുള്ള ഒരു പാമ്പ്, തൂക്കള്ള ഒരു പാമ്പ്. അപ്പൊ എയർപോർട്ടിൽ ഭയങ്കര പ്രശ്നമായി, ജീവനുള്ള പാമ്പ് അയാൾ കൊണ്ടുവരികയാണ്. അപ്പോ എയർപോർട്ട് അധികൃതർ അയാൾക്കെതിരെ തിരിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ദിസ് ഇസ് മൈ ഫുഡ്, ഇതിന്റെ ഭക്ഷണമാണ്, എന്റെ നാട്ടിൽ ഞങ്ങൾ പാമ്പിനെ തിന്നുണ്ട്, എനിക്ക് ഭക്ഷണമായിട്ട് ഞാൻ കൊണ്ടുവന്നാണ്, വളരെ സവിശേഷമായി എന്ന് പറഞ്ഞപ്പോ പോലീസ് അധികൃതർക്ക് പിന്നൊന്നും പറയാനില്ല. ഇപ്പൊ ചൈനയിൽ പോയ ആളുകൾക്കറിയാം, പല രാജ്യങ്ങളിലും നായയെ തിന്നുന്ന നാടുണ്ട്, എലികളെ തിന്നുന്ന നാടുണ്ട്, അതുപോലെ തന്നെ പാമ്പിനെ തിന്നുന്ന നാടുണ്ട്. അപ്പോ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ചില്ലുകൂട്ടിൽ പാമ്പുണ്ടാവും. എനിക്ക് ഈ പാമ്പ് വേണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ ഇറുക്കുന്ന ഒരു വടിയുണ്ട്, ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് തോലൊക്കെ പീസാക്കി ഓനെ വെച്ചാട് കൊടുക്കും. ഇന്ത്യയിൽ നിന്ന് പാമ്പിനെ ആരാധിക്കുന്ന കുറെ ആള് ചൈനയിൽ ചെന്നിട്ട് ചൈനക്കാരൊക്കെ കൊല്ലാൻ തീരുമാനിച്ചാലോ വലിയ അപകട ലോകത്തിന്. ഇപ്പൊ ഇസ്ലാം ലോകത്തോട് പറഞ്ഞ എന്താ? ഏക ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റെല്ലാ ആരാധനയും ദൈവ നിന്നയുടെ ഭാഗമാണ്. എന്നിട്ട് ഓലൊക്കെ ഇവിടെ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതിനെ എതിർക്കാൻ ആർക്കും അവകാശമുണ്ടോ? ഇല്ല. മനുഷ്യരൊക്കെ ഒറ്റ മൂശയിലാക്കി വാർക്കാൻ പറ്റുമോ ലോകത്തിന്? ഇല്ല. അതുകൊണ്ട് ഖുർആൻ ലോകത്തോട് പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. നന്മയും തിന്മയും വേർതിരിഞ്ഞിരിക്കുന്നു, നന്മയും തിന്മയും വേർതിരിഞ്ഞിരിക്കുന്നു. ഒരിക്കലും മതത്തിൽ ബലാത്കാരമില്ല എന്നാണ്. അൻത തുക്രിഉന്നാസ്, ഖുർആന്റെ 2-ാം അധ്യായം 256-ാമത്തെ വചനം. ഖുർആന്റെ 10-ാം അധ്യായം 99-ാമത്തെ വചനത്ത് പറയുന്നത് അറിയോ? വിശ്വാസികളാകാൻ നീ ജനങ്ങളെ നിർബന്ധിക്കുകയോ അത് വേണ്ട. വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ, 24-ാം അധ്യായം 54-ാമത്തെ വചനം. ഒരാളെയും പ്രവാചക താങ്കൾ നിർബന്ധിക്കരുത്, പറഞ്ഞു കൊടുക്കുക, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, ബൗദ്ധ വിശ്വാസം സ്വീകരിക്കരുത്. ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ ബിംബാരാധന പാടുണ്ടോ ഇല്ലേ? ക്രൈസ്തവ വേദഗ്രന്ഥത്തിൽ ബിംബാരാധന പാടുണ്ടോ പാടില്ലേ? ഖുർആനിൽ ബിംബാരാധന പാടുണ്ടോ പാടില്ലേ? പരിശോധിച്ചോളൂ നിങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്, ആരെയും കുറ്റപ്പെടുത്തില്ല, പരിശോധിച്ചോളൂ. വേദഗ്രന്ഥം പറയുന്നു ബിംബാരാധന പാടില്ല. മനുഷ്യർ ബിംബാരാധന ചെയ്യുന്നു, അതിന്റെ അപകടം ലോകത്തുണ്ട്. അതിന് അപകടമുണ്ട്, ഗുണല്ല, അപകടം, വലിയ ദോഷം. മദ്യത്തിന് ദുരന്തമുണ്ട്, ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം. വേദഗ്രന്ഥം, ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ പറയുന്നു മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കൊലപാതകം നടത്തരുത് എന്ന് പറയുന്നു. ക്രൈസ്തവ വേദഗ്രന്ഥത്തിൽ പറയുന്നത് 3 പാടില്ല. അതോടൊപ്പം ആ വേദഗ്രന്ഥം പറയുന്നു ബിംബാരാധന പാടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ബിംബാരാധന പാടില്ല എന്ന് പറയുന്നു, മദ്യപാനം പാടില്ലെന്നും പറയുന്നു, വ്യഭിചാരം പാടില്ലെന്നും പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഞാൻ എന്റെ വാക്ക് പറയല്ല, തെളിവ് കേട്ടോളൂ. ബൈബിളിലെ പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. അതിലെന്താ ഉള്ളത്? മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. ഇത് ബൈബിളിൽ ഇല്ലാന്ന് ക്രിസ്ത്യാനികൾ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ബൈബിൾ എടുത്തുകൊണ്ട് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിലെ 15-16 വാചകം എന്താ? ഉറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല. അതുകൊണ്ട് ആണിന്റെയും പെണ്ണിന്റെയും രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പറവകളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നു. ബിംബാരാധന പാടില്ലെന്ന് ബൈബിൾ പറയുന്നു. ഇനി ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം, നതസ്യ പ്രതിമാസ്തി
ദൈവത്തിൽ പ്രതിമയില്ല, പ്രതിമ വേണ്ടതില്ല എന്ന് തീർത്തു പറയുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്തിൽ 16 ദൂഷ്യങ്ങൾ ബിംബാരാധനക്കുണ്ടെന്ന് പറയുന്നു. 16 ദൂഷ്യങ്ങൾ, പ്രശ്നങ്ങൾ ബിംബാരാധനക്കുണ്ട്. രാജാറാം മോഹൻ റോയ് ബിംബാരാധനക്കെതിരെ ശബ്ദിച്ച ആളാണ്. കാരണം അതുണ്ടാക്കുന്ന അപകടവും അവർ വിശദീകരിച്ചിട്ടുണ്ട്. തീർന്നില്ല. കേനോപനിഷത്തിൽ എന്താ ഉള്ളത്? കേനോപനിഷത്തിൽ എന്താ ഉള്ളത്? യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിത്തി നേതം യേതി തമുപാസതേ യശ്രോത്രേണ നശ്രുനോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിത്തി നേതം യേതി തമുപാസതേ. കേനോപനിഷത്തിന്റെ പ്രഥമ വല്ലിയിലെ 6-7 ശ്ലോകമാണ് അവിടെ പറയുന്നത്. ഭക്തവത്സല, ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ നീ കൈകൂപ്പി നിൽക്കുന്നത്, അത് നിന്റെ ദൈവമല്ലടാ. നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത, നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ സാക്ഷാൽ പ്രപഞ്ചനാഥനെ നീ ആരാധിക്കുക. തീർന്നില്ല. അന്തം തമഹ പ്രവിശംതിയേ സംപൂത്യം ഉപാസതേ ചതോഭൂയ ഇവജേ. നോക്ക്, ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ ശ്ലോക. അതിൽ പറയുന്നത് എന്താ അറിയുന്നത്? സൃഷ്ടികളെ ആരെ നിങ്ങൾ ആരാധിച്ചാലും, അത് സൂര്യനായാലും ചന്ദ്രനെയായാലും നക്ഷത്രങ്ങളെ ആയാലും ദേവീദേവന്മാരെയും ആരെ ആയാലും നിങ്ങൾ ഘോരാന്ധകാരമായ നരകത്തിലാ പോവുക. സൃഷ്ടി പൂജയിലൂടെ, പശു ആരാധനയിലൂടെ, പാമ്പിനെ ആരാധിക്കുന്നതിലൂടെ, ദേവീദേവന്മാരെ ആരാധിക്കുന്നതിലൂടെ, പ്രവാചകന്മാരെ ആരാധിക്കുന്നതിലൂടെ, മാലാഖമാരെ ആരാധിക്കുന്നതിലൂടെ, ജിന്നിനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾ ചെന്നു ചേരുക നരകത്തിലാണ് എന്ന് ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഭഗവത്ഗീതയുടെ രാജകുകയോഗത്തിൽ പറയുന്നു, ഏകനായ ദൈവത്തെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഐക്യപ്പെടാൻ മാർഗമില്ലേ? ഉണ്ട്. ഇനി ഞാൻ ഏറ്റവും നല്ലൊരു പോയിന്റ് നിങ്ങളോട് പറഞ്ഞോട്ടെ. ലോകത്തിലെ ഏതെങ്കിലും ഒരു മസ്ജിദിൽ, ഒരു പള്ളിയിൽ മുഹമ്മദ് നബിയുടെ പ്രതിമയുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? മുഹമ്മദ് നബിയുടെ പ്രതിമ നിങ്ങൾ കണ്ടിട്ടാരെങ്കിലും? മുഹമ്മദ് നബിയുടെ ചിത്രം ഉണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് എന്താ ഗുണം നിങ്ങൾ എന്നോട് ചോദിക്കുക? എന്താ ഉസ്താദേ അതുകൊണ്ടുള്ള ഗുണം? എന്താ മൗലവി അതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചേ? അതിനുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അതെന്താ? ഒരു ഹിന്ദുവിന് മുസ്ലിമിനെ ആയിട്ട് തെറ്റേണ്ടി വന്നിട്ടില്ല. സത്യല്ലേ? ആണ്. ഉദാഹരണം, ഇവിടുത്തെ പള്ളിയിൽ ഇപ്പൊ ബാങ്ക് കൊടുത്ത് ഈ പള്ളിയിൽ മുഹമ്മദ് നബിയുടെ ഒരു പ്രതിമ ഉണ്ടെന്ന് വിചാരിച്ചോ? ഈ നാട്ടിലെ കുറച്ച് ഹൈന്ദവ സുഹൃത്തുക്കൾ ആ പ്രതിമ തകർത്തു എന്ന് വിചാരിച്ചോ? എങ്കിൽ ഇവിടെ എന്തുണ്ടാവും? കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാവും. ഹിന്ദുക്കളും മുസ്ലിങ്ങൾ വെട്ടിമരിക്കും. അതില്ലാതാക്കി ഇസ്ലാം. ബിംബം വെക്കാതെ ഇസ്ലാം മനുഷ്യ മൈത്രി ഉണ്ടാക്കി. ശരിയല്ലേ? ഹൃദയം തുറന്നാലോചിച്ചോളൂ, ഇന്ന് കിടന്നുറങ്ങുമ്പോൾ ആലോചിച്ചോളൂ. എന്റെ പ്രസംഗം കേൾക്കുന്ന വല്ല ഈ വിഷയത്തിൽ സംശയമുള്ളവർ ചിന്തിച്ചോളൂ. ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾ അള്ളാഹനെ ആരാധിച്ച പള്ളിയാണ്. രൂപമില്ലാത്ത, അല്ലേ, പ്രപഞ്ചാതീതനായ, പദാർത്ഥത്തിനതീതനായ, സർവശക്തനായ ദൈവത്തെ ആരാധിച്ച പള്ളിയിൽ ശ്രീരാമന്റെയും സീതയുടെയും പ്രതിമ കൊണ്ടുവച്ചപ്പോ എന്തുണ്ടായത്? തമ്മിൽ ഒരുപാട് ആളുകളെ നമുക്ക് കൊല്ലേണ്ടി വന്നു. കണ്ടോ? ബിംബം സ്ഥാപിച്ചപ്പോ എന്തുണ്ടായത്? ഒരുപാട് മനുഷ്യരെ രക്ഷിക്കല്ല ചെയ്ത്, ഒരുപാട് മനുഷ്യരെ കൊല്ലേണ്ടി വന്നു. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, അത് രസകരമായി ഗൗരവമായി കേൾക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ ഒരു പള്ളിയിലും വെക്കാത്തത് കൊണ്ട് അത് തകർക്കുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ജൂതനും മുസ്ലിമും തെറ്റിയില്ല, ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും തെറ്റിയില്ല. നേരെ മറിച്ച് BR അംബേദ്കറിന്റെ പ്രതിമ വെച്ചോ, അത് തകർത്തു, 4 പേരെ കൊന്നു. അങ്ങനെ ഞാൻ ചോദിക്കുന്നു, ഇവിടുത്തെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയറി ഒരു മുസ്ലിം പ്രതിമ തകർത്താൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കോ? മുസ്ലിമും ഹിന്ദു തമ്മിൽ തല്ലി മരിക്കും നാട്ടില്, അല്ലേ? അതുകൊണ്ട് വേദഗ്രന്ഥം പറയുന്നു ബിംബാരാധന അപകടമാണ്. ഇതൊരു വിഭാഗത്തിനെതിരെയും തിരിയല്ല. മുസ്ലിങ്ങളെ നിങ്ങൾ നോക്ക്, ഖബറാരാധന നടത്തുന്ന മുസ്ലിങ്ങളെ നോക്ക്. പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലും എന്റെ ഖബറിടം നിങ്ങൾ ഉറൂസിന്റെ കേന്ദ്രമാക്കരുത്. മുഹമ്മദ് നബിയുടെ പ്രാർത്ഥന എന്താ അറിയോ? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് പറയണം, നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കണം. ഈ തൊപ്പി വെച്ച തലപ്പാവ് ധരിച്ച മൊയ്ലിയമാര് കാണിച്ചു വിട്ടുന്നത് മതാണ് നിങ്ങൾ വിചാരിക്കരുത്. ഒരു മതല്ല, ഒരു ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അനുസരിച്ച് ഖബറുകൾ കെട്ടി ഉയർത്തുക. പ്രവാചകന്റെ വാക്കിന് എന്താ അറിയോ? ലേനല്ലാഹു യഹൂദ വന്നസാറാ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാന. ജൂതന്മാരും ക്രിസ്ത്യാനികളും അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തി അത് ആരാധനാ കഥാപാത്രമാക്കി. അത് ഏറ്റവും വലിയ അപകടമാണ്. ദൈവം അവരെ ശപിച്ചു എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ മുഹമ്മദ് നബിയുടെ പ്രാർത്ഥന എന്താ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കും, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജിയൽ ഖബരി ഈദ. എന്താ മോനെ അതിന്റെ അർത്ഥം? മുസ്ലിയാരോട് ചോദിച്ചു നോക്ക് പള്ളിയിലെ. അല്ലാഹുമ്മ ലാ തജിയൽ ഖബരി ഈദ. അല്ലാഹുവേ, എന്റെ ഖബറിടത്തിൽ ഉറൂസ് നടക്കല്ലേ അല്ലാ. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, എന്റെ ഖബറിടത്തിൽ ആരാ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും നബി എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ,
പിൽക്കാലത്ത് പട്ടാമ്പി കൊണ്ടോട്ടി നേർച്ച, 500 ആന, 50,000 കതിനവെടി, ഇതൊക്കെ നടക്കണ വമ്പിച്ച ഉറൂസി ഉമ്മത്തിലെ ഔലിയാക്കളുടെ കബറിടത്തിൽ നടക്കും. അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയാരാ? ഞാന്. അതുകൊണ്ട് അല്ലാഹ് 5 കോടി ആനയും 50 കോടി കതിനവെടിയും പൊട്ടുന്ന മഹാ ഉറൂസ് മസ്ജിദ് നബിയുടെ പരിസരത്ത് നടക്കണേ അല്ലാ എന്നാണോ റസൂൽ പ്രാർത്ഥിച്ചേ? അല്ല, അല്ലാഹുവേ എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കല്ലേ. ജൂത ക്രിസ്ത്യാനികൾ അവരുടെ അമ്പിയാക്കളുടെ കബറിടത്തിൽ കാണിക്കുന്നതൊന്നും എന്റെ ഉമ്മത്ത് എന്റെ കബറിടത്തിൽ ചെയ്യല്ലേ. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവർക്ക് മനസ്സിലായില്ലേ? ഇസ്ലാം അല്ല. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ വിശുദ്ധ ഖുർആൻ ഒരു അമുസ്ലിമായ മാഷിക്ക്, ഒരു റിട്ടയർഡ് അധ്യാപകന് കൊടുത്ത്, അദ്ദേഹം 2 ആഴ്ച വായിച്ചിട്ട് ഓടിയിട്ട് എന്റെ അടുത്ത് വരികയാണ്. 2 ആഴ്ച ഖുർആനായിട്ടാ വരുന്നത്. ഓടിക്കത്തിച്ച് മാഷ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റിപ്പോയി മാഷിക്ക്. മാഷിനോട് ചോദിച്ചു, ഈ ഖുർആൻ സത്യമാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സത്യമാണ്. ഇതിൽ പറഞ്ഞൊക്കെ സത്യമാണോന്ന് ചോദിച്ചു. ആന്ന്. അപ്പൊ സിയമക്കാമുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിങ്ങളല്ലേ എന്ന് ചോദിച്ചു എന്നോട്. ഒരു മാഷ്, ഒരു അമുസ്ലിം മാഷ് ഖുർആൻ 2 ആഴ്ച വായിച്ചതിനോട് ചോദിക്കുന്നത്, ദർഗയായി ബന്ധപ്പെട്ട വിശ്വാസമുള്ള ആ കൂട്ടർ മുസ്ലിങ്ങളല്ലേ? ഞാൻ ചോദിച്ചു, മാഷ എന്താ ഈ ഖുർആൻ വായിക്കുന്ന ഒരുത്തന് കബർ കെട്ടി ഉയർത്താൻ കഴിയോ? മാഷ് ചോദിക്കാൻ, റിട്ടയർഡ് അധ്യാപകൻ ചോദിക്കാൻ. നമ്മുടെ കാന്തപുര ഉസ്താദിനും ഖുർആനും കിതാബും ഒക്കെ വായിച്ചിട്ട് ഇസ്ലാം തിരിഞ്ഞില്ല. കാരണം കബറിലുള്ള വരുമാനം കൊണ്ട് അന്നം തിന്നുന്നവരാണ് ഓര്. അതിനപ്പുറം അധ്വാനിച്ച് തിന്നാനുള്ള ഒരു ശീലോ, പഠിച്ചിട്ടുള്ള ഒരു വിജ്ഞാനോ, അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു ക്വാളിറ്റിയോ ഓർക്കില്ലാത്തത് കൊണ്ട് തന്നെ ആരാണ്ട് മനുഷ്യനെ ദൈവവിശ്വാസത്തിന് ഒരു ചൂഷണം ചെയ്ത് കിട്ടുന്നുണ്ട്. തിന്ന് കൊഴുത്ത് 80 വയസ്സായിട്ടും തടിച്ച് കൊഴുത്ത് വീർത്ത് നിൽക്കുന്ന എന്തുകൊണ്ടറിയോ? ഈ ഹറാമായ പണം തിന്നിട്ടാണ്. അതിന് മനുഷ്യരെ ആരാധിക്കേണ്ടതുണ്ട്, ദർഗ കെട്ടി ഉയർത്തേണ്ടതുണ്ട്. അതവിടെ നടക്കണം. എന്റെ പ്രിയപ്പെട്ട മതവിശ്വാസികളെ, ഇതിന്റെ പേരിലൊക്കെ നടക്കുന്നത് എന്താ നിങ്ങൾ ആലോചിച്ചു? ആന എന്നുള്ളത് നടക്കുന്ന മുസ്ലിങ്ങൾ ആന ചവിട്ടിയിട്ട് മരിക്കുന്നു, ആന വരണ്ടോടുന്നു, എന്നിട്ട് പെണ്ണുങ്ങളൊക്കെ ഉടുതുണി ഉരിഞ്ഞ് ഓടുകയാണ്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ചേറ്റുവേലൊക്കെ നടന്ന അതാ. ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമല്ല. ഇതൊക്കെ തനിച്ച ജാഹിലിയത്തും വിവരക്കേടും മതം വിറ്റ് പൈസ ഉണ്ടാക്കുന്നതുമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. ഖുർആൻ എക്സ്പോ ലോകത്തിന്റെ ഞങ്ങളെ ശ്രദ്ധിച്ചോ. ഒരു നൂറ്റാണ്ടായി ഞങ്ങൾ ഈ കേരളത്തിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ, KM മൗലവിയുടെ, ഈ മൊയ്തു മൗലവിയുടെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഒക്കെ നയിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി നയിച്ച ഒരു നവോത്ഥാന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം ഇന്ന് വരെ റോട്ടിൽ പ്രകടനം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഈ പ്രസ്ഥാനം ഇന്ന് വരെ, ഈ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് നിങ്ങൾ ആലോചിച്ചു, തൃശ്ശൂർ പൂരം പോലെ മതത്തിന്റെ പേരിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചു എന്ന കതിനവെടി പൊട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ പൊട്ടിച്ച കതിനവെടിയിൽ ഒച്ച കേട്ടിട്ട് ഒരു കുട്ടി തൊട്ടിൽ നിന്ന് ഞെട്ടിയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ പൊട്ടിച്ച പനോലപ്പടക്കം കൊണ്ട് ഒരാളെ കൈ പോയിട്ടുണ്ടോ? ഞങ്ങൾ പൊട്ടിച്ച പടക്കം കൊണ്ട് പടക്കശാല കത്തിയിട്ടുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞോട്ടെ, മയ്യിൽ കുറച്ച് ഗൗരവമായിട്ട്, ഞങ്ങളെപ്പോലെ മനുഷ്യത്വമുള്ള ഒരു ജനപദം ലോകത്ത് വേറല്ല. അത് ഞങ്ങളായത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ മതം സ്വീകരിച്ചത് കൊണ്ടാണ്, അല്ലാഹ് പഠിപ്പിച്ച പോലെ ജീവിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു തീവ്രവാദിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഞങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു വെട്ടത്തിയായിട്ട് ലോറിയിൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിച്ചാത്തിയിൽ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. വടിവാളായിട്ട് പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തേ ഇല്ലാത്തത്? ഇന്ന് ഇതൊക്കെ പാർട്ടി ഓഫീസുകളിൽ നിന്ന്, അതുപോലെ ഓരോരുത്തരുടെ ഓഫീസുകളിൽ നിന്ന്, അവരുടെ ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് ഇഷ്ടം പോലെ ബോംബ് കണ്ടെത്തിയിട്ടില്ലേ? മതസംഘടനകളുടെയും കണ്ടെത്തിയിട്ടില്ലേ? എന്ത് ഞങ്ങൾ കണ്ടെത്താത്തത്? എന്നൊരു ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമാധാനം. അസ്സലാമു അലൈക്കും എന്നല്ലേ ഞങ്ങൾ പറയുന്നത്? ഒരു മുസ്ലിം അസ്സലാമു അലൈക്കും എന്നതിന്റെ അർത്ഥം എന്താ? ഞാനിപ്പോ ഇന്നലെ അമ്പലത്തിൽ പ്രസംഗം തുടങ്ങണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ ഇതിനർത്ഥം? അല്ലാഹുവിന്റെ, ലോകനാഥന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ്. രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ പറയുന്നത് മുസ്ലിമിന് എങ്ങനെ ഭീകരവാദിയാകാൻ കഴിയും? ഒരു ഒട്ടകത്തിന്റെ കയറ് ശക്തമായി വലിച്ചപ്പോൾ റസൂലുള്ളാഹി ആയിഷ ബീവിനോട് പറയുന്നത് എന്താ? ആയിഷ, ആ ഒട്ടകം എന്ന മിണ്ടാപ്രാണിയോട് കാരുണ്യം കാണിക്കണേ ആയിഷ, ചെയ്യരുത് ആയിഷ, അതിന് മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ട് നീ അതിന്റെ ആ കയറ് പിടിച്ചു വലിച്ചത് ശരിയായില്ല അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാപത്തിൽ കയറി നബിയുടെ അനുയായികൾ ഒരു പ്രാക്കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്താ മോനെ, ഇതിന് എനിക്ക് വേണ്ട. ഈ പ്രാക്കുഞ്ഞിനെ അതിന്റെ പൊത്തിൽ കൊണ്ടുപോയി വെച്ച് അതിന്റെ തള്ളപ്പക്ഷി സന്തോഷിക്കുന്നുവെങ്കിൽ എനിക്കതാണ്. ഈ ലോകത്തോട് പറയുമ്പോ ഒരു ജൂതന്റെ വീട്ടിൽ പടയങ്കി പണയപ്പെടുത്തിയിട്ടാണ് പ്രവാചക തിരുമേനി മരിക്കുന്നത്. അങ്ങനെ പ്രവാചക ഒരു ജൂതന്റെ ശാമഞ്ചം കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് ആദരിച്ചു. ജൂതൻ മനുഷ്യനല്ലേ എന്ന് ലോകത്തെ പഠിപ്പിച്ചു. കുട്ടികൾ യുദ്ധരംഗത്ത് കൊല്ലപ്പെട്ടത് കണ്ടപ്പോ പ്രവാചകൻ കോപാകുലനായി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു.
അദ്ദേഹം പറഞ്ഞു, ആരാ ഈ കുട്ടികളെ കൊന്നത്? നിങ്ങളോട് ഞാൻ പേർത്തും പറഞ്ഞിട്ടില്ലേ, യുദ്ധത്തിൽ അന്യമതത്തിലെ കുട്ടികളെ കൊല്ലരുത്, ശത്രുപക്ഷത്തെ കുട്ടികളെ ഒരു കാരണവശാലും തുടരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അവര് പറയാണ്, നബി അത് ശത്രുവിന്റെ കുട്ടികളല്ലേ. അപ്പൊ പ്രവാചകൻ പറഞ്ഞ എന്തറിയോ, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത് പരിശുദ്ധരായിട്ടാണ്. ഓക്കെ, അത് BJP കുടുംബത്തിൽ വെച്ചാലും CPM-ന്റെ കുടുംബത്തിൽ വെച്ചാലും കോൺഗ്രസിന്റെ കുടുംബത്തിൽ വെച്ചാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുടുംബത്തിൽ, പിന്നെ മുജാഹിദിലെ വ്യത്യസ്ത സംഘടനയിലായാലും സമസ്തയിലെ വ്യത്യസ്ത സംഘടനയിൽ എവിടാണെങ്കിലും ആ ജനിക്കുന്ന കുട്ടിയൊക്കെ പരിശുദ്ധനാണെന്ന് പ്രവാചകൻ പറഞ്ഞു. അതുകൊണ്ട് കുട്ടികളെ കൊല്ലരുത് എന്ന് തീർച്ചു പറയാണ് പ്രവാചക തിരുമേനി. അതുകൊണ്ട് തന്നെ പ്രവാചകനെ പഠിച്ച ഒരാളും കുട്ടികളെ കൊല്ലില്ല. കലിംഗ യുദ്ധം നടന്നു, മഹാഭാരത യുദ്ധം നടന്നു, 2 ലോകമഹായുദ്ധങ്ങൾ നടന്നു, കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നു, കോടിക്കണക്കിന് മനുഷ്യരെ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ട്രൂമാൻ എന്ന ക്രിസ്ത്യാനി ബോംബിട്ടു, അല്ലേ? കുരിശു വരച്ച ക്രിസ്ത്യാനി ബോംബിട്ടു, ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണു. 2 ലോകമഹായുദ്ധങ്ങളിൽ ഹിറ്റ്ലർ വെറും പച്ചക്കറി മാത്രം തന്ന ക്രിസ്ത്യാനി, വെറും പച്ചക്കറി മാത്രം, ജീവിതത്തിൽ ഒരിക്കലും മാംസം തന്നാത്ത ക്രിസ്ത്യാനി. 60 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് ചുട്ടുകൊന്നു മേനകൻ ബേഗണി. ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയായിരുന്നു മേനകൻ ബേഗണി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തെ വിളിച്ചത് ലോകത്തിന്റെ ഭീകരവാദി അന്ന്. പിന്നീട് മേനകൻ ബേഗണി ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായി. പിന്നീട് സമാധാനത്തിന്റെ നോബേൽ സമ്മാനം അദ്ദേഹം ഏറ്റുവാങ്ങി. എന്തൊരു ദുരന്തം, എന്തൊരു ദുരന്തം! ആരാ മഹാത്മാഗാന്ധിയെ കൊന്നത്? ആരാ രാജീവ് ഗാന്ധിയെ കൊന്നത്? ആരാ സിഖ് ഭീകരവാദികൾ ഇന്ദിരാഗാന്ധിയെ കൊന്നത്? LTT ഉൾഫ തീവ്രവാദികൾ, ബിന്ദർവാല തീവ്രവാദികൾ ആരാ സംജോത സ്ഫോടനത്തിന് നേതൃത്വം നൽകിയത്? മുസ്ലിംകളാണ്. ആരാ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയത്? മുസ്ലിംകളാണ്. അപ്പൊ മുസ്ലിംകളുടെ അക്കൗണ്ടിൽ എല്ലാം വരവ്. അപ്പൊ നിങ്ങൾ നോക്ക്, പാരീസിൽ സ്ഫോടനം ഉണ്ടായി, ആ സ്ഫോടനത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം നാമധാരി ഓൻ ജീവിതത്തിൽ നിസ്കരിക്കാറില്ല. കഞ്ചാവ് കൃഷിയാണോ എന്റെ പ്രത്യേകത, മയക്കുമരുന്നാണോ എന്റെ വിപണനം, ഇസ്ലാം ഏറ്റവും വലിയ തോന്നിയാസം. ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കാത്ത മുസ്ലിം അല്ല, ഓൻ കാഫിറാണ്. പ്രവാചകന്റെ വചനം അതാണ്. അബ്ദുൽ ഖാദർ ഹാജിന്റെ മോൻ സുബൈർ നിസ്കരിക്കില്ല, കാഫിറാണ്. അല്ലാതെ സുരേന്ദ്രനെ വിളിക്കുന്ന തോന്നിയാസ പേരല്ല കാഫിർ. ഒരു മുസ്ലിം വനിത കൈനോട്ടക്കാരനെ കൈ നോക്കി അത് വിശ്വസിച്ചാൽ അവൾ കാഫിർച്ചിയാണ്. അപ്പൊ അതൊരു വിശ്വാസമാണ്, അല്ലാതെ ഒരു മനുഷ്യ സമൂഹത്തെ തെറി പറയുന്ന പേരല്ല. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ് ഇതൊക്കെ. ഇസ്ലാമിനെ സംബന്ധിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ലോകത്തോട് വിളിച്ചു പറയാണെന്ത്, ഇറാഖിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി. അമേരിക്ക പലവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾക്ക് തെറ്റേ പറ്റിയിട്ടുള്ളൂ, ശരിയൊന്നും നിങ്ങൾക്ക് ഒരു കാലത്തും പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് പറ്റൂല. പക്ഷെ അമേരിക്കക്കും ഇസ്രായേലിനും ബ്രിട്ടനും ശരി എന്നൊരു സംഗതിയില്ല, തെറ്റേ ഉള്ളൂ എന്നും നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങളൊന്നും പിഴച്ചു പോയിട്ടുണ്ട്. അതെ, അത് ഇറാഖിന്റെ കാര്യത്തിൽ, ചെച്ചിനയുടെ കാര്യത്തിൽ, ഒസറബിയുടെ കാര്യത്തിൽ, ലബനാന്റെ കാര്യത്തിൽ, ഗാസയുടെ കാര്യത്തിൽ എല്ലാം നിങ്ങൾക്ക് തെറ്റുപറ്റി. എന്നിട്ട് ടോണി ബ്ലെയർ പറയാണ്, ഇറാഖിനെ കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ആയിരുന്നു. ആരാ ഇൻഫർമേഷൻ കൊടുത്തത്? ജൂതന്മാരായ മൊസാദിന്റെ ആളുകൾ, അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഡയറക്ടറായ ഇസ്ലാമിന്റെ ശത്രു തലപ്പത്ത് നിർത്തിയ ഇസ്ലാമിന്റെ വിരോധികൾ അവർ പറഞ്ഞ ഇറാഖിൽ ആറ്റം ബോംബുണ്ട്. പെരുന്നാൾ ദിവസം മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് സദാം ഹുസൈനെ തൂക്കിക്കൊല്ലുക വഴി നന്നതാ അമേരിക്ക ഉദ്ദേശിച്ചത്? അല്ല, മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനാണ്. എന്നിട്ട് ടോണി ബ്ലെയർ ലോകത്തോട് ഒന്നും കൂടി പറഞ്ഞു, ISIS ഞങ്ങളുണ്ടാക്കിയതാണ്, ഞങ്ങളാണ് ഇതിനെ തീറ്റിപ്പറ്റിയത്. എന്നിട്ട് ലോകം എന്താ പറയുന്നത്? ISIS ഇസ്ലാം. ഏറ്റവും കൂടുതൽ അവരെ കൊല്ലുന്നത് ആരെയാ? മുസ്ലിങ്ങളെയാണ്. ഇനി ISISന്റെ ആളുകൾക്ക് പരിക്ക് പറ്റിയാൽ ഓരെവിടെ ചികിത്സിക്കപ്പെടുന്നത്? ടെല്ലവീവിലെ ഹോസ്പിറ്റലിലാണ്. ജൂതന്മാരാണ് ചികിത്സിക്കുന്നത്. ജൂതന്മാരുണ്ടാക്കി, ജൂതന്മാർ സംവിധാനിച്ച് ഇസ്രയേൽ എന്ന രാജ്യത്തെ അംഗീകരിച്ചത് ആരാ? ട്രൂമാൻ എന്ന ക്രിസ്ത്യാനിയാണ്. അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. എല്ലാവർക്കും അറിയാം, സുഹൃത്തുക്കളെ, എല്ലാവർക്കും അറിയാം. അപ്പൊ ലോകത്തെ പല തീവ്രവാദ ഭീകരവാദങ്ങളും നടക്കുന്നത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ സാമ്രാജ്യ ശക്തികൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെയും ഒരു വ്യക്തിയെയും, അതുകൊണ്ടാണ് നീ കാരണമായ ഒരാൾ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ എന്ന് പറയും. നീ കാരണമായ ഒരാൾ കൊല്ലപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലയാളിയെ പോലെയാണ് നീ.
അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഒരു മനുഷ്യ ജീവനെയും അകാരണമായി ഹനിക്കരുത്. ഇന്ന് ലോകത്തോട് ഉച്ചൈസ്വരം വിളിച്ചു പറഞ്ഞ ഒരു യുദ്ധരംഗത്ത് സ്ത്രീ കൊല്ലപ്പെട്ടപ്പോൾ പ്രവാചകൻ ഷൗട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ കൊല്ലരുതെന്ന്, മഠാധിപതികളെ നശിപ്പിക്കരുതെന്ന്, അതുപോലെ അവർ പുണ്യമെന്ന് വിചാരിക്കുന്ന കേന്ദ്രങ്ങൾ നശിപ്പിക്കരുത് എന്ന്, സന്യാസി മഠങ്ങളും യഹൂദ ദേവാലയങ്ങളും തകർക്കരുത് എന്ന്. ഞാൻ ബദർ യുദ്ധത്തിൽ ഏർപ്പെട്ടത് പോലും അത്തരമൊരു മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയാകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 22-ാം അധ്യായം 39-40 വചനങ്ങളിൽ. ഇസ്ലാമിൽ ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാ? ഇതര മതസമൂഹത്തിന്റെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നാണ് ഖുർആൻ പറയുന്നത്. എല്ലാ മതസമൂഹങ്ങളുടെയും മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇസ്ലാം യുദ്ധം ചെയ്തത്. ഇനി നിങ്ങൾ ആലോചിച്ചോ, വിശുദ്ധ ഖുർആൻ ഇന്നതൊക്കെ നല്ലതാണ് എന്ന് ലോകത്തോട് പറഞ്ഞു. ഇന്നതൊക്കെ നല്ലതാണ്. അതേതെങ്കിലും ഒന്ന് മനുഷ്യന് ഉപകാരമില്ലാതെ തെളിയിക്കാൻ കഴിഞ്ഞു? ഒന്ന് വരെ ഖുർആൻ ലോകത്തോട് പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കരുത്. വളരെ ഗൗരവമായി പറഞ്ഞു. ഇന്ന് വരെ മദ്യം മനുഷ്യന് നല്ലതാണ്? ഇല്ല. കേരളത്തിലും ഇന്ത്യ രാജ്യത്തും മദ്യപാനികൾ വർദ്ധിച്ചു വരുന്നു. അതിന്റെ ദുരന്തങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിയിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മദ്യമുക്തമായ ഒരു രാജ്യം ഉണ്ടാക്കിയാണ് പ്രവാചകൻ. അർണോൾഡ് ടോയംബി ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, മദ്യമുക്തമായ 20 ഭൗതിക സാമ്രാജ്യങ്ങൾ ലോകത്ത് വേറൊരു പ്രത്യേക ശാസ്ത്രത്തിന് ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക്, താരതമ്യേന ഏറ്റവും, അതായത് മുസ്ലിംകൾക്കിടയിൽ മദ്യപാനികൾ കുറവാണ് താരതമ്യേന മറ്റെല്ലാ ജനപദങ്ങളെയും അപേക്ഷിച്ച്. അതെ, ആത്മഹത്യ ഏറ്റവും കുറവുള്ള സമൂഹാര മുസ്ലിങ്ങളല്ലേ? വൃദ്ധസദനങ്ങൾ താരതമ്യേന ഏറ്റവും കുറവുള്ള ജനപദമേതാ? മുസ്ലിങ്ങളല്ലേ? മലപ്പുറം ജില്ലയിലല്ലേ വൃദ്ധസദനം ഏറ്റവും കുറവ്? മലപ്പുറം ജില്ലയിലല്ലേ ആത്മഹത്യ ഏറ്റവും കുറവ്? ഇത് ഞാൻ പറയണല്ല, മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ശ്രീകുമാർ എഴുതിയ ലേഖനമാണ്. മലയാള മനോരമയ്ക്ക് സർവേയാണ്, ലോകത്തെല്ലാവരും അംഗീകരിക്കുന്നതാണ്. ലോകത്ത് മുസ്ലിങ്ങൾ ആത്മഹത്യ എന്തുകൊണ്ട് കുറയണു? മുസ്ലിങ്ങളുടെ വിശ്വാസം വളരെ പെർഫെക്റ്റ് ആണ്. ആ പെർഫെക്റ്റായ വിശ്വാസം അവരെ നിലനിർത്താൻ ഏറ്റവും പ്രാപ്തമായ വിശ്വാസമാണ്. മാത്രമല്ല, അവർക്കൊരു ഉറപ്പുണ്ട്. KN കുഞ്ഞാമ്മദ്, ഞാൻ അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. നിങ്ങൾ എന്റെ കൂടെ വന്നാൽ അദ്ദേഹം എഴുതിയ ലേഖനം അദ്ദേഹത്തെ കൊണ്ട് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. KN കുഞ്ഞാമ്മദ് പറയാണ്, എന്റെ മകനെ ആക്സിഡന്റ് പറ്റിയപ്പോ, അത് KN കുഞ്ഞാമ്മന്റെ മകനെ ആക്സിഡന്റ് പറ്റിയപ്പോ നിരീശ്വരവാദികൾ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്കൊരു ആശ്വാസം ഉണ്ടായിട്ടില്ല. ഈശ്വര വിശ്വാസികൾ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്കൊരു ആശ്വാസമായിരുന്നു. കാരണം എന്താ? ഈശ്വര വിശ്വാസികൾ വന്നിട്ട് എന്നോട് പറയും, പടച്ചോന്റെ കാവലോട് രക്ഷപ്പെട്ടു. അതെനിക്ക് ആശ്വാസമാണ്. KN കുഞ്ഞാമ്മദ് പറയാൻ, KT സൂഫി മാഷുടെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഇത് KN കുഞ്ഞാമ്മദ് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയണ എന്താ അറിയോ? KN കുഞ്ഞാമ്മദ് പറയുന്നത്, KT സൂഫി മാഷ പിന്നെ കണ്ടപ്പോ ഞാൻ എന്ത് പറഞ്ഞ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക? പടച്ചോന്റെ വിധിയെന്നോ? KT സൂഫി മാഷ എന്നോട് പറയുന്നത്, എന്റെ മോനെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കാണും, എനിക്ക് വേറൊന്നും അദ്ദേഹത്തോട് പറയാനില്ല. അങ്ങനെ ഈ ലേഖനം വന്നതിന് ശേഷം KN കുഞ്ഞാമ്മദിനെ കാണാൻ എനിക്ക് പൂതി തോന്നി, ആഗ്രഹമുണ്ടായി. ഞാൻ പടച്ചവനോട് പ്രാർത്ഥിച്ചു, അല്ലാഹു എന്റെ മുമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു. ട്രെയിനിൽ ഞങ്ങൾ അപ്പുറത്തുപ്പുറത്ത് ഒരേ സീറ്റ്, എന്റെ തൊട്ടടുത്ത അദ്ദേഹം 3 മണിക്കൂർ. ഞാൻ ചോദിച്ചു, ഇപ്പൊ ഈ അടുത്ത കാലത്തേക്ക് മതത്തോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലോ താങ്കൾക്ക്, എന്താണ്? അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. മതത്തിനെ മനുഷ്യന് ആശ്വാസം നൽകാൻ കഴിയുമെന്ന്, അതൊരു വലിയ സത്യമാണ്. അപ്പൊ നിങ്ങൾ നോക്കേ, VI ലെനിൻ വാദരോഗം വന്നൊരു ഭാഗം നടന്നപ്പോ ജോസഫ് സ്റ്റാലിന് കത്ത് ചെയ്താണെന്ത്, നീ സൈനൈഡ് കൊണ്ടൊക്കെ ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ, എന്റെ കണ്ണിന്റെ കാഴ്ച ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. മുഷ് എന്ന ഓമന പേരിലെ പുത്രൻ മരിച്ചപ്പോ കാർൽ മാർക്സ് എന്താ ലേഖനം എഴുതിയത്? കാർൽ മാർക്സ് എന്താ പറഞ്ഞത്? എംഗൽസ് ഞാൻ എങ്ങനെ സഹിക്കുമിടോ? ചരിത്രം രേഖപ്പെടുത്തുകയാണ്, അലക്സാണ്ടർ ബക്കിന്റെ കൃതികൾ രേഖപ്പെടുത്തുകയാണ്. കാർൽ മാർക്സ് മകന്റെ ഖബറിലേക്ക് ചാടി മരിച്ചാലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ തടുത്തു നിർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയുന്നത്, ദൈവവിശ്വാസത്തെ മനുഷ്യനെ പിടിച്ചിക്കാൻ കഴിയും. ഇപ്പൊ ഞങ്ങളൊക്കെ എന്ത് പ്രതിസന്ധി വന്നാലും തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ നിന്നിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു, പടച്ചോൻ വിചാരിച്ചതേ വരും. ഈ വിശ്വാസത്തിന്റെ സുരക്ഷിതത്വത്തെ പോലൊരു സുരക്ഷിതത്വം ഇപ്പൊ നിങ്ങൾക്കറിയാം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ആര്? യുങ്. 30 കൊല്ലം അദ്ദേഹം രോഗികളെ ചികിത്സിച്ച് പറയാണ്, ദൈവവിശ്വാസം ഇല്ലാത്തവർക്കാണ് അസ്വസ്ഥത കൂടുതൽ, ദൈവവിശ്വാസമുള്ളവർക്ക്. ഇപ്പൊ ഭഗത് സിംഗ് പോലും പല ആളുകളെയും തൂക്കിക്കൊന്ന പോലും, ചെഗുവേര തുടയിലേക്ക് വെടിയുതിർത്തി മരിക്കുകയത്, ഹിറ്റ്ലറും. പക്ഷെ ഇസ്ലാമിക സമൂഹം ആത്മഹത്യ ചെയ്തിട്ടില്ല, മരണത്തെ പേടിയുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ ആദ്യ മനുഷ്യൻ എന്ന് പറഞ്ഞ ടിപ്പു സുൽത്താൻ ഏറ്റവും വലിയ ഉദാഹരണം. നേരം മോതിരം വിഴുങ്ങി മരിച്ചവർ ഇവിടെ ഉണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്, അതൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നവരുണ്ട്. ഇസ്ലാം ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടാലും ആത്മഹത്യ ചെയ്യാത്ത മനക്കരുത്ത് ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്. ഈ നാട്ടിലെ മയ്യയിലെ ആളുകൾക്ക് പരിശോധിക്കാം. അതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്താ അറിയോ?
ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ട് എന്നുള്ള ഇസ്ലാമിന്റെ കണിശത. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. നരകവും സ്വർഗവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലോക രാജ്യങ്ങളെ മാറ്റിമറിച്ച ഏക പ്രത്യയശാസ്ത്രി ഇസ്ലാമാണ്. നരകമുണ്ട് എന്ന് പറഞ്ഞിട്ട് വ്യഭിചാരത്തിൽ ഒരു സൊസൈറ്റിയെ മൊത്തത്തിൽ വീണ്ടെടുത്ത ലോകത്തിലേക്ക് മതേത ഇസ്ലാമാണ്. മദ്യപാനത്തിൽ നിന്ന് ലോകത്തെ മുഴുവൻ വീണ്ടെടുത്ത മതേത പരലോകമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമാണ്. അതുകൊണ്ട് പരലോകത്തെ പോലെ മനുഷ്യനെ നന്നാക്കാൻ പോകുന്ന ഒരാശയവും ഈ ഭൂമിയിലില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഇന്നും കോടിക്കണക്കിന് മനുഷ്യർ ആ പരലോകത്തിൽ വിശ്വസിച്ചിട്ട് വ്യഭിചരിക്കുന്നില്ല, ആ പരലോകത്തിൽ വിശ്വസിച്ചിട്ട് മദ്യപിക്കുന്നില്ല, ആ പരലോകത്തിൽ വിശ്വസിച്ചിട്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നില്ല, ആ പരലോകത്തിൽ വിശ്വസിച്ചിട്ട് അന്യനെ ഉപദ്രവിക്കുന്നില്ല, ആ പരലോകത്തിൽ വിശ്വസിച്ചിട്ട് തീവ്രവാദിയാകുന്നില്ല. ആരോഗ്യപരമായി ഇരിക്കുന്ന ഒരുപാട് അസ്വസ്ഥതകൾ തോന്നുന്നു. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ സുഹൃത്തുക്കളെ, വയ്യാത്തത് കൊണ്ട് അവസാനിപ്പിക്കാൻ. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. എനിക്ക് യുവാക്കളോട് ഒരു 5 മിനിറ്റ് പറയാനുണ്ട്. യുവാക്കളെ, നമ്മുടെ കർമ്മശേഷി ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട നമ്മുടെ കർമ്മശേഷി പുകവലിച്ചും മാരിജുവാൻ ഉപയോഗിച്ചു മദ്യപിച്ചും അതെ കോലം കിട്ടും അല്ലെ, ഒരു ജാതി പാൻസും ഒരു ജാതി ടീഷർട്ടും മുള്ളം പന്നിന്റെ കൊമ്പുള്ള മുടിയും മനുഷ്യൻ കണ്ട അറപ്പും വെറുപ്പും തോന്നുന്ന കോലത്തിൽ ജീവിച്ചിട്ട് ഒരു ഉപകാരമില്ലാത്ത നാഷണൽ വേസ്റ്റുകളായി ഈ മണ്ണിൽ ജീവിച്ച് മരിക്കാനല്ല നമ്മുടെ ജന്മം. എന്തൊക്കെ ചെയ്യാണ്ട് മാന്യമായി മുടി വാർന്നു വെച്ച് വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ച് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു 2 വീലറിൽ ചീറിപ്പാഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണെന്ന വിചാരം. ഞാൻ ഉറച്ചു പറഞ്ഞോട്ടെ, ഈ ടൗണിൽ നമ്മൾ 2 വീലറിൽ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി പോകുന്നതിനെ കുറിച്ച് പറയുന്നത് പാഹൻ ടിപ്പർ ലോറി കുടുങ്ങി ചത്താലും കുഴപ്പമില്ല. ഓൻ വിചാരിക്കണ എന്താ, ലോകത്തിലെ മഹാനായകനായ. നാട്ടുകാരൊക്കെ പറയുന്നതോ ടിപ്പർ ലോറിക്ക് കുടുങ്ങിയിരുന്നെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയായിരുന്നു, ചെലുത്താൻ കഴിഞ്ഞല്ലോ. സത്യം. നിങ്ങൾ ചോദിച്ചോ ഏത് ജാതി മത്തോടും ചോദിച്ചോ, ആ ജാതി പോകുന്നവൻ ഓനെ മാത്രമേ അത് തോന്നുള്ളൂ. മനുഷ്യരായി പറഞ്ഞ പക്വതയുള്ള ആർക്കും തോന്നില്ല. ബ്ലൈൻഡ് വർഷിപ്പ് സ്പീഡ്, വേഗതയെ അന്ധമായി ആരാധിക്കുന്ന ലോകം, പക്വതയില്ലാത്ത ലോകം. നിങ്ങൾ പലരും ആലോചിച്ചു, എന്റെ ജീവിതം കൊണ്ട് എനിക്ക് ലോകത്തിന് എന്ത് കൊടുക്കാൻ കഴിഞ്ഞു? അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകൻ ഞാനാണോ? അമ്മക്ക് ഏറ്റവും വെറുപ്പ്. അമ്മ എന്താ പറയാ, പകയാ അന്റെ സ്ഥാനത്ത് 18-ാം പട്ട തെങ്ങ് വെച്ചിരുന്നെങ്കിൽ ഒരു കരിക്ക് കിട്ടിയായിരുന്നു അമ്മക്കെ അന്നെ പൂറ്റീന് പകരം. നാക്കാലി ഒരു പശുവിനെ പൂറ്റിയില്ലെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു, 10 ലിറ്റർ പാലെങ്കിലും കിട്ടിയായിരുന്നു. ഈ കള്ളുടിച്ച് മൂത്രയിക്ക കിടക്കയിൽ എന്താ ചെയ്യാ എന്നെ കൊണ്ട് എന്നാണ് ഉമ്മമാരും അമ്മമാരും വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ചെറുപ്പക്കാരോട്, സിനിമയും സീരിയലും സംഗീതവും ഒന്നും മനുഷ്യരൊന്നും തന്നിട്ടില്ല. സിനിമ കണ്ടാ എന്താ ഉണ്ടാകുക, ആറ്റിങ്ങലുണ്ടാവും. എന്താ, കാല് പിടിച്ച് വെച്ചിട്ട് മുട്ടിയോണ്ട് അടിച്ചു മുറിക്കാൻ പഠിപ്പിച്ച സിനിമയാ. അതൊരു സിനിമയാ. ചോദിച്ചു നോക്ക്, ഇവിടെ 250 വിദ്യാർത്ഥികൾ അമേരിക്കയിൽ ഏക്കപ്പെട്ടിച്ചപ്പോൾ ചോദിച്ചു കുട്ടികൾ കൊന്നു. കുട്ടികളോട് ചോദിച്ചു എന്താ മക്കളെ, അത് ഞങ്ങൾ കണ്ടൊരു കാർട്ടൂണിലുള്ള രംഗാണ്, കാർട്ടൂൺ നടപ്പാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മാനെങ്ങനെ ഇരുത്തിയിട്ട് ബെൽറ്റ് ഇട്ട് മുറുക്കിയിട്ട് ഇങ്ങനെ കൊന്നു ചിരിച്ച് ഒരു മകൻ. എന്താ, അതൊരു സിനിമ കണ്ടിട്ട് വന്ന. അപ്പൊ സിനിമാ സംവിധായകന്മാരും നടീനടന്മാരൊക്കെ ഓലൊന്ന് തൊട്ടിരുന്നെങ്കിൽ ഒരു ശാപമാണ് ഭൂമിക്ക് കേട്ടോ. അത് മനസ്സിലായി. ഈ ലോകത്ത് മനുഷ്യന് ചെയ്യുന്ന ഉപദ്രവം നോക്കിയാൽ സമൂഹത്തിന്റെ സാംസ്കാരിക നിലവാരത്തെ കുറച്ചതിൽ സിനിമ വഹിച്ച പങ്ക് ചില്ലറയല്ല. ചട്ടമ്പികളെയും കൊട്ടേഷൻ പാർട്ടികളെയും മദ്യപാനികളെയും താന്തോന്നികളെയും വിവരദോഷികളെയും ഉണ്ടാക്കാനല്ലാതെ സിനിമക്ക് ലോകത്ത് നന്മ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാം സംഗീതത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും പക്വതയോടുകൂടിയുള്ള കാഴ്ചപ്പാടുകൾ ഇസ്ലാമിനുണ്ട്. അതോടൊപ്പം ഞാൻ ചേർത്ത് പറയണം നിങ്ങളോട്, ഒരമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഗാനമേള ഉണ്ടാവും, പാട്ടുണ്ടാവും, മിമിക്രി ഉണ്ടാവും, മോണാക്ട് ഉണ്ടാവും, മാജിക് ഉണ്ടാവും. ഇത് പട്ടാമ്പി നേർച്ചയിലുണ്ടാവും. വീഞ്ഞത്ത് മൊയ്തീൻ പള്ളി ഉറൂസ് നടക്കുമ്പോ 3ഉം 4ഉം ഗാനമേളയും ഒക്കെ ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, ഗാനമേള കൊണ്ട് കള്ളുകൂടി നിന്നിട്ടുണ്ടോ ലോകത്ത്? ഗാനമേള കൊണ്ട് മനുഷ്യൻ നന്നായിട്ടുണ്ടോ? ഒരാൾ വന്നിട്ട് പറയാം, പങ്കജുദാസിന്റെ ഗസല് കേട്ട് ഇനി ഞാൻ ഒരിക്കലും വ്യഭിചരിക്കില്ല. ഒരു മനുഷ്യൻ ഹാജരാക്കാൻ പറ്റും? യേശുദാസിന്റെ പ്രാണസഖി അത് കേട്ടിട്ട് എനിക്ക് പ്രേമിക്കാൻ ഇങ്ങോട്ട് ത്രില്ലുണ്ടായി. അങ്ങനെ ഒരു ചെറിയോടെ കുറെ സമയത്ത് നോക്കി നോല അംഗീകരിക്കാത്തോടെ പള്ളക്ക് കുത്തി ഞാൻ കൂർന്ന്. വേറെന്താ അവിടെ ഉണ്ടായത്? ശരിയല്ലേ? സിനിമ കണ്ടിട്ട് പ്രേമിക്കാൻ തുടങ്ങി. എന്തൊക്കെ? വെള്ളക്കുപ്പായം, വെള്ളത്തുണി, വെള്ളച്ചിരി. അങ്ങനെ ആപ്പിലൊക്കെ മടക്കി റെയിൽവേ സ്റ്റേഷനിൽ ഏതൊരു സിനിമ കണ്ടാത്ത, ഏതൊരു ഹമുക്കിന്റെ സിനിമ നിങ്ങൾ ആലോചിച്ചു. ലോകത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കി, മനുഷ്യനെ പൊട്ടനാക്കുക. സ്വന്തമായിട്ടൊരു വ്യക്തിത്വല്ല. മോനെ എന്റെ മുടിയായിരുതാ, അത് ഇന്നാളാ. മോനെ എന്റെ തൊലിയായിരുതാ, അത് ഇന്നാളാ. മോനെ ഇനി മനുഷ്യനാ, എനിക്കൊരു വ്യക്തിത്വം ഉണ്ടോ? എന്റെ വ്യക്തിത്വം എന്താ? ഈ നടന്മാരെ നടിമാർക്ക് സ്വന്തത്തിനൊരു വ്യക്തിത്വം ഉണ്ടോ? ഇല്ല. ഇന്നാളെ അഭിനയിച്ച് കാണിച്ച്. ആര്? ഇന്നാളെ അഭിനയിച്ച് കാണിച്ച്. അപ്പൊ അയാളെവിടെ? ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ആ അഭിനയിക്കുന്ന വ്യക്തി. അയാളുടെ ജീവിതം എന്താ? അത് ലോകത്തിന് അറിഞ്ഞൂടാ. അയാൾ ആരാ? അറിഞ്ഞൂടാ. അയാള് BR അംബേദ്കറിനെ അവതരിപ്പിച്ചു, അയാൾ ഇന്നാൾ അവതരിപ്പിച്ചു, അയാൾ ഗാന്ധിജിയെ അവതരിപ്പിച്ചു, വല്ലഭായ് പട്ടേലിനെ അവതരിപ്പിച്ചു, ചന്ദ്രബോസിനെ അവതരിപ്പിച്ചു.
അയാൾ കുറെ ആളെ അഭിനയിച്ച് കാണിച്ചു, അയാളെന്ന ജീവിതം എവിടെ? ഇതൊക്കെ കണ്ട് ഭ്രമിച്ച ചെറുപ്പക്കാരോട് നല്ല വസ്ത്രം, നല്ല വേഷം അല്ലേ? നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ വെറുതെ പറയില്ല. മക്കളുടെ മുടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കഴുമ്പ് കയറുന്ന മൈരി കയറാം തളപ്പിട്ടിട്ട് 1 2 3 ഇങ്ങനെ കുറ്റി നിൽക്കുക രാവിലെ ഇങ്ങനെ. അതിന്റെ മുകളിലേക്ക് ഒറ്റം വീണാലോ അവന്റെ പള്ളമക്കൂടി കയറിപ്പോ, ജെല്ലിയോ കില്ലിയോ എന്തോ തേച്ചിട്ട് കത്തി പോലെ ആക്കിയതാ. മനുഷ്യനായി ജീവിക്കാൻ മക്കളെ, മനുഷ്യനായിട്ട് ജീവിക്കാൻ, മൃഗങ്ങളിൽ നിന്ന് ഉയർന്ന് ജീവിക്കാൻ. ഏതെങ്കിലും ഒരു പട്ടിന്റെ പള്ളയിൽ കള്ളുണ്ടോ? ഏതെങ്കിലും ഒരു പട്ടി കള്ളുടിക്കുന്നു, ആ പട്ടിയെക്കാളും തരം താങ്ങുന്നില്ല മനുഷ്യര്. കള്ളു കുടിച്ച് തോന്നിയാസം പറഞ്ഞ് ഭാര്യയെ ചവിട്ടിക്കൊന്ന് അമ്മയെ കെട്ടിയിട്ട് എന്തൊക്കെ 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 എന്തൊക്കെ. അതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചൂടെ? നമുക്ക് ഒന്ന് മാറി ആലോചിച്ചുകൂടെ? ഇന്ത്യയുടെ പാർലമെന്റിൽ ഖുർആന്റെ വചനമുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് സന്നദ്ധമാകാത്ത കാലത്തോളം അല്ലാഹു മാറ്റൂല. സഹോദരിമാരോട് 2 മിനിറ്റ്, നിങ്ങളുടെ സൗന്ദര്യം അല്ലാഹ് നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ്. അതെല്ലാവർക്കും കാണിക്കാനല്ല, എല്ലാവർക്കും കാണിക്കാനല്ല. ഇതാ കണ്ടോളി തരക്കേടില്ലാത്ത കയ്യാൻ്റെത്, ഇതാ കണ്ടോളി തരക്കേടില്ലാത്ത മാറാണെൻ്റെത്, ഇതാ കണ്ടോളി തരക്കേടില്ലാത്തതാണ് എന്റെ ശരീരം എന്ന് നാട്ടുകാർക്ക് കാണിക്കുമ്പേ അതൊരു വേശ്യയുടെ മനസ്സാ. കാരണം എല്ലാവർക്കും ആസ്വദിക്കാൻ ഒരു പെണ്ണിന്റെ ശരീരം കൊടുക്കുക, അതിന്റെ പേരാണ് വ്യഭിചാരം, വേശ്യ അല്ലേ? ഒരു പെണ്ണിനെ പലരും ഉപയോഗിക്കുന്നതിന്റെ പേരാണെന്ത്? ഓളെ നമ്മൾ എന്ത് വിളിക്കുക? വേശ്യ. നാട്ടുകാർക്കൊക്കെ കാണാൻ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ മനോഗത എന്താ? വഹിയ സാനിയ. മുഹമ്മദ് നബി വെറുതെ വിളിച്ചല്ല, അതൊരു വേശ്യയുടെ നിലവാര. ഭർത്താവിന്റെ മുമ്പിൽ ശരീരം പ്രകടിപ്പിക്കുക, സൗന്ദര്യം പ്രകടിപ്പിക്കുക, ബാക്കിയുള്ളവർ മുമ്പിൽ മറച്ചു. സത്യല്ലേ? സത്യല്ലേ? ഇതാടാ എന്റെ ഭാര്യ നല്ല സുന്ദരിയെ കണ്ടോ, ഞാൻ കണ്ട ഭാഗമൊക്കെ ചും കണ്ടോ എന്ന് പറയുന്നതിന്റെ പേരാ മാന്യത ആണോ? അവിടെ പിതാരക്ഷിതി കൗമാരേ ഭർത്രോ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സവരേ പുത്ര നസ്രീ സ്വാതന്ത്ര്യമർഹിതി. ഭർത്താവിന്റെ സംരക്ഷണം കഴിയേണ്ട ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഏറ്റവും അമൂല്യമായ അവളുടെ സൗന്ദര്യത്തെ, അവളുടെ വ്യക്തിത്വത്തെ അവൾ എല്ലാവരിൽ നിന്നും മറച്ചു പിടിക്കുകയും അവളുടെ ഭർത്താവിന്റെ മുൻപിൽ ഏത് ഡ്രസ്സ് ധരിച്ചും, ചുവന്നതും ടൈറ്റായതും ബനിയൻ എന്തും അവൾക്ക് ധരിക്കാം. അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ ബെഡ്റൂമിൽ അതിന് മതെടുത്തിട്ടില്ല. അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എല്ലാരും നോക്കിയിട്ട് കമന്റ് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം എന്നോട് കുറെ ചെറുപ്പക്കാരെ എന്റെ നാട്ടിൽ പരിപാടി നടന്നപ്പോ അവർക്ക് നന്നായി സ്ട്രൈക്ക് ചെയ്തുണ്ടാവാം, അവർ വന്നിട്ട് ചോദിച്ചു, ഇടക്കൊക്കെ സ്ത്രീകൾ മുഖം മറയ്ക്കുന്ന കുറെ സ്ത്രീകളെ കാണുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ, ഒരു പെണ്ണിനോട് പ്രേമം തോന്നുന്നത് ഓളെ ശരീരത്തിലെ എന്തോ കണ്ടിട്ടാണോ, ഓളെ മുഖം കണ്ടിട്ടാണോ? ഉദാഹരണം, ഒരു പരിപാടിയിലേക്ക്, ഒരു ഗാനമേളയിലേക്ക് 5-8 പെൺകുട്ടികൾ കയറി വരുന്നു. നല്ല സ്റ്റൈലുള്ള ഒരു മുഖം കണ്ട ആ കുട്ടി ആരാ? അത് ബഷീർ ഖാന്റെ മോളെ തരക്കേടില്ല. നമുക്കൊന്ന് ചുറ്റിപ്പറ്റി നോക്കാം. മുഖം കണ്ടിട്ടാണ് തുടക്കം അല്ലേ? അപ്പൊ ആ സൗന്ദര്യം മറച്ചു വെക്കണം. കാരണം അല്ലേ എന്താ, ഒരുപാട് പുരുഷന്മാരോളെ ശല്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയോളം മുഖം കൊണ്ടുണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ പറയലെന്താ, നിന്റെ മുഖം എനിക്ക് മറക്കാൻ വയ്യ, ആ ദയനീയ മുഖം അല്ലെ? വേറെന്തെങ്കിലും അറിയലോ? അപ്പൊ അതുകൊണ്ട് ആ മുഖം മറക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ മറക്കണം. എല്ലാവർക്കും കാണിക്കാനും എല്ലാവർക്കും പ്രേമിക്കാനും മാറി മാറി വരുന്ന ചെക്കന്മാർക്ക് പ്രേമിക്കാനും ഒന്നും ഉള്ളതല്ല ഒരു പെണ്ണ്. അവൾ കല്യാണം കഴിക്കപ്പെടും, അവൾ ഉമ്മയാകും, അവൾ മാന്യത ഉള്ളവളാകണം. അവൾ കാമുകിയായുള്ള പ്രശ്നം എന്താ? പ്രേമിച്ച് ചുറ്റിയാടുന്ന് കല്യാണം കഴിച്ചാൽ എന്താ? ഓളെ മക്കളും അതുപോലെ നടക്കുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പോത്ത അള്ളയാടുന്ന് 5-8 കൊല്ലം സ്കൂളിന്റെ വരാന്തയിൽ പഠിക്കാണ്ട് കണ്ടോന്റെ വായിൽ നോക്കി കെട്ടിയ അച്ഛനല്ലേ നിങ്ങളെ കൂടെ ഉള്ളത്, ബാപ്പയല്ലേ നിങ്ങളെ കൂടെ ഉള്ളത്? നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, മിണ്ടാൻ കഴിയോ? പിന്നെ ആ തലമുറക്ക് എന്നെ മിണ്ടാൻ കഴിയും ഇല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രേമസല്ലാപവും ഈ സംഗീതവും ഗാനമേളവും ഒന്നും മനുഷ്യനൊന്നും നൽകുന്നില്ല. മതം മനുഷ്യൻ എന്തും നൽകുന്നുണ്ട്. മതം അനുസരിച്ച് ജീവിച്ച ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു ആസ്വാദനമുള്ളത് അത് വിവരണാതീതമാണ്, വർണ്ണനാതീതമാണ്, അനിർവചനീയമായ അനുഭൂതി നൽകുന്നതാണ്. ഇതിനൊക്കെ അവസരം നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ രംഗത്തെ കുറിച്ച് സമഗ്രമായി പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك